my happiness. Okay. ഹലോ, കേൾക്കണം, കാണാൻ പറ്റുന്നൊക്കെ ഉണ്ടോ? കാണാം. ഓക്കെ. ഒന്ന് ശ്രദ്ധിക്കണേ. ഓണാണോ? ഓഫാക്കാമേ. ഓണല്ലേ റെക്കോർഡ്? ഓണല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് സ്റ്റുഡൻസ് ഒക്കെ ജോയിൻ ആവുന്നേ ഉള്ളൂ അല്ലേ? ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി എന്തെങ്കിലും പരിപാടി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ? പ്രോഗ്രാംസ് ഉണ്ടോ ആർക്കെങ്കിലും? കുറച്ചാൾക്കാര് വിളിച്ചു പറഞ്ഞിരുന്നു ലീവാണ്, അതായത് ഹോസ്പിറ്റൽ കേസ് ഉള്ളത് കാരണം ലീവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരൊക്കെ ജോയിൻ ചെയ്തത്? മരിയ, വിസ്മയ, സുഹൈല, നാജിയ, ഫായിസ, മുഹ്സിന അല്ലേ? ഓക്കെ. മുഹ്സിന, ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ എവിടെ? കേൾക്കുന്നില്ലേ? ദേവിക എന്തൊരു പ്രോഗ്രാമിലാണ് പറഞ്ഞത്, മറ്റൊരൊന്നും ലീവ് പറഞ്ഞിട്ടില്ല. ഓക്കെ. കുറച്ച് ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, അതായത് ജോയിൻ ആകാൻ പറ്റൂല, റെക്കോർഡ് കേൾക്കുക, പിന്നെ ഹോസ്പിറ്റൽ കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. എന്തായാലും ജോയിൻ ആവുന്നുണ്ട്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? കാരണം നമ്മൾ ടൈം വേസ്റ്റ് ആക്കണ്ട, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കും ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. നമ്മൾ സബ്ജക്ട് ഏതാണെന്ന് അറിയൂലേ? മാറി കയറിയിട്ടൊന്നുമില്ലല്ലോ, അതായത് പ്രീ സ്കൂൾ മാനേജ്മെന്റ് അല്ലെ? അപ്പോ ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഇതിപ്പോ ഇവിടെ നല്ല മഴയാണ്, എന്തെങ്കിലും സൗണ്ട് അതായത് കേൾക്കായി ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. അപ്പൊ ഞാൻ ക്യാമറ ഓഫ് ആക്കാം. അപ്പൊ ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് ക്ലാസ് എടുക്കാം. കേൾക്കായി ഇവിടെ നല്ല മഴ, ക്ലോസ് ചെയ്തിട്ടാണ് അവര്. ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കാം അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ് ബിൽഡിംഗ് മെയിൻ്റെനൻസ് അല്ലേ? ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ്. മൈക്കൊന്ന് ഓഫ് ചെയ്യണേ, ആരോ കുട്ടികൾ സൗണ്ട് കേൾക്കുന്നുണ്ടേ. ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ് ആണ് കേട്ടോ. എന്നും ഈ ഒരു ബോർഡർ കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടോ? ഈ ഒരു അല്ലെ, ഇവിടെ മൊത്തത്തിൽ ഈ ചുമര് മൊത്തം ഇതാണ്, അതുകൊണ്ടാണ് ഇവിടുന്ന് ഇതാവാത്തത്. പിന്നെ അവിടെ ഇരുന്നാലും ഈ ഒരു സംഭവം തന്നെ കാണാം, പിന്നെ അവിടെ പോയിരുന്ന ബോർഡ് കാണാം. ഓക്കെ. അപ്പൊ ഇവിടെ എവിടെ ഇരുന്നാലും ഈ ഒരു യെല്ലോ ആണ് കേട്ടോ കാണാം. ഓക്കെ. അപ്പൊ നമ്മൾ എന്താണ് ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ് ആണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ്. നിങ്ങൾക്ക് ഇടയ്ക്ക് മോണ്ടിസോറി കലണ്ടറുകളൊക്കെ കാണാമല്ലോ അല്ലെ? ശരിക്കും ക്ലിയർ ആയിട്ട് കാണൂല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പൊ ഡിസിപ്ലിൻ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് വായിച്ചു നോക്കാം. എഡ്യൂക്കേഷൻ മീൻസ് ദ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്. Parents expect more disciplinary training while they send their children to the school. The maintenance of discipline starts from the classroom, and a classroom is not enough to maintain discipline. ഓക്കെ. അതായത് ഡിസിപ്ലിൻ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസിപ്ലിൻ ഇല്ലേ? ഇല്ലാത്ത ആൾക്കാരുണ്ടോ? ഡിസിപ്ലിൻ ഇല്ലേ? അച്ചടക്കവും അതുപോലെ മെയിൻ്റെനൻസ് പരിപാലനവും രണ്ടും എല്ലാവർക്കും ഉണ്ട്. എന്താ പറഞ്ഞ? കുറെ ആൾക്ക് ക്ലാസ് കയറാൻ പറ്റുന്നില്ല എന്നൊന്ന് ലിങ്ക് അയക്കാൻ പറയുന്നുണ്ട്. ആണോ? ലിങ്ക് അവിടെ ഒന്ന് അയച്ചു കൊടുക്കാൻ പറ്റുമോ? കയറാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒന്ന് ലിങ്ക് അയച്ചു കൊടുക്കുവോ? ഞാനത് ബാക്ക് അടിച്ചാൽ ആകെ പ്രശ്നം. ലിങ്ക് അവിടെ എന്താ പറഞ്ഞത്? അല്ല, എനിക്ക് അറിയില്ല, വേറെ ആർക്കെങ്കിലും പറ്റുവാണെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കാൻ. എനിക്ക് എങ്ങനെ അയക്കേണ്ട അറിയില്ല. പിന്നെ 12 ആള് 14 ആളെ ഇപ്പൊ ഉള്ളൂ ക്ലാസ്സിൽ. കുറെ ആള് കേറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്താണോ കേറാൻ പറ്റാത്തത് അല്ലേ? കുറച്ച് ലിങ്ക് ഒന്ന് വിട്ടുകൊടുക്കില്ല. ഞാനും വെനസ്ഡേന്റെ ക്ലാസ്സിൽ ആദ്യം കയറിയത്, അപ്പൊ ആരെയും കണ്ടില്ല. അപ്പൊ തേഴ്സ്ഡേന്റെ ക്ലാസ്സിലേക്ക് കയറിയപ്പോഴാണ് ഇപ്പൊ ശരിയായത്. അപ്പൊ ഒന്നും കൂടെ കയറി നോക്കേണ്ടി വരും. ഏതാ ക്ലാസ് എന്നോ? സബ്ജക്റ്റ് ആണോ ചോദിച്ചത്? പ്രീ സ്കൂൾ മാനേജ്മെന്റ് അല്ലെ? നമ്മൾ ക്ലാസ് ശരിക്കും നാളെ ഇരുന്നു. അപ്പൊ സാർ എന്നോട് ഇന്ന് എടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, ഇന്ന് എടുക്കാം.
നമുക്ക് ഈ ഒരു ഡേയ്സ് പ്രശ്നമല്ല, വേണം എടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നാളെ നമ്മളെ ക്ലാസ് ഇല്ല, നാളെ ഇന്നത്തെ ക്ലാസ് ആയിരിക്കും നാളെ ഉണ്ടാവുക കേട്ടോ. പ്രീ സ്കൂൾ മാനേജ്മെന്റ് ആണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്. സാറ്റർഡേ ആണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ വരുന്നത് കേട്ടോ. തേഴ്സ്ഡേന്റെ ക്ലാസ്സിൽ കയറാൻ വേണ്ടി മെസ്സേജ് അയച്ചിക്കണം മിസ്സേ, ലിങ്കിന്റെ മൂസിനെ പറയൂ. തേഴ്സ്ഡേന്റെ ക്ലാസ്സിൽ കയറാൻ വേണ്ടി മെസ്സേജ് ഗ്രൂപ്പിൽ വിട്ടിക്കണ്. ഓക്കെ ഓക്കെ. ആണെങ്കിൽ റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും അല്ലെ, എന്താന്ന് അറിയൂല. ഇവിടൊക്കെ നല്ല മഴ ഉണ്ട്. ഞാൻ ക്യാമറ ഓൺ ആക്കിയാൽ എന്തെങ്കിലും ഇല്ല, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എന്തെങ്കിലും കേൾക്കായി ബ്ലർ ഉണ്ടെങ്കിൽ പറയണേ, അപ്പൊ ഞാൻ ഓഫ് ചെയ്തോണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ ഓൺ ആക്കി എടുക്കുമ്പോഴേ ഒരു ഇത് കിട്ടുള്ളൂ ക്ലാസ്സിൽ, അതുകൊണ്ടാണ് ഞാനിത് ഓൺ ആക്കണത് കേട്ടോ. മറ്റത് നിങ്ങൾ റേഡിയോ കേൾക്കണ പോലെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും അല്ലെ, ഒന്നും കറക്റ്റ് ആണ് മനസ്സിലാവൂല. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് എടുക്കാം, ഇനി ബാക്കിയുള്ള ആൾക്കാര് ജോയിൻ ചെയ്തോളൂ. ഓക്കെ, എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ നിങ്ങളിപ്പോ അതായത് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ എന്ന് അവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പൊ നിങ്ങൾ ഇതുപോലെ ഒരു വലിയ സ്റ്റുഡൻസ് ഉണ്ട്, അതായത് മോണ്ടിസോറി ട്രെയിനർ ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? എഡ്യൂക്കേഷൻ. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്താ പറയാൻ പറ്റുക? എന്താ ഷോർട്ട് ആയിട്ട് പറയാൻ പറ്റുക? ആർക്കത് പറയാൻ പറ്റുക ഷോർട്ട് ആയിട്ട്? എന്താ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് എന്താണ്? അറിവും വിദ്യാഭ്യാസം. യെസ്, വെരി ഗുഡ്. അറിവ് അല്ലെ? അതായത് നോളജ്, സ്കിൽസ്, വാല്യൂസ്, ഗുഡ് ഹാബിറ്റ്സ്. അതൊന്നും ജസ്റ്റ് ഒന്ന് അവിടെ നിങ്ങൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല അല്ലെ? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് മാത്രമല്ല, കുറച്ച് നമ്മൾ പുറത്തുള്ള കൂടെ പഠിച്ചാൽ നല്ലൊരു കാര്യമാണ്. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരാൾ ഇന്റർവ്യൂ സെക്ഷനിൽ, എന്താണ് എഡ്യൂക്കേഷൻ? വാട്ട് ഈസ് എഡ്യൂക്കേഷൻ? അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ കിട്ടണം നോളജ് അല്ലെങ്കിൽ സ്കിൽസ്, ഗുഡ് ഹാബിറ്റ്സ്. ഇതാണ് എന്ത്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. എന്താ മർജിന ടീച്ചറിനെ കാണുമ്പോ ആണ് നല്ലേ എന്ന് മനസ്സിലായില്ല. ഓക്കെ, അപ്പോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ടീച്ചർ വീഡിയോ ഓൺ ആക്കുമ്പോഴാണ് നല്ലത്. അത് ശരിയാണ് അല്ലെ? നമ്മൾ മറ്റത് റേഡിയോ കേൾക്കണ പോലെ ഇങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ശരിക്കും എനിക്ക് നിങ്ങളെയും കൂടെ കാണാനാണ് ഇഷ്ടം, അതായത് നിങ്ങളെ ഫേസ് കൂടെ കാണുന്നതാണ് ഇഷ്ടം. പക്ഷെ നമുക്കില്ലേ ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് ഫേസ് നമുക്കറിയാൻ പറ്റും, ആകെ എററാവും അല്ലെ? ലിങ്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇതായി പോവും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾ ആൻസേഴ്സ് പറഞ്ഞാൽ മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസേഴ്സ് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ ആ ഒരു ക്ലാസ് ഒന്ന് വിട്ടുപോകില്ല. നമ്മൾ ഈ ഒരു മണിക്കൂറാണെങ്കിൽ ആ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും അല്ലെ? അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണം കേട്ടോ. എനിക്ക് ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾക്ക് പഠിക്കും ചെയ്യാലോ, കിട്ടിയില്ല വെച്ചിട്ട് നോ പ്രോബ്ലം, നിങ്ങൾ ഞാൻ പറഞ്ഞു തരും ആൻസർ. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നോളജ് ആണ്, സ്കിൽസ് ആണ്, പിന്നെന്തുണ്ട്? വാല്യൂസ് ഉണ്ട്, ഗുഡ് ഹാബിറ്റ്സ് കേട്ടോ. അറിയാലോ, നമ്മൾ നല്ല ശീലങ്ങളും സ്കിൽസ് കഴിവുകളും ഒക്കെയാണ് എന്ത്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല കേട്ടോ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ചെറിയൊരു ഞാനിങ്ങനെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വിട്ടു തരണ്ട്. ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ഇതിലുള്ളത് പറയാം. എന്താണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്? അതായത് വിദ്യാഭ്യാസം എന്നാൽ എന്താണ്? ഒരു വ്യക്തി അല്ലെ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ട് അല്ലെ? ഓരോരുത്തർക്കും ഓരോ വിദ്യാഭ്യാസം ഉള്ളത്. അപ്പൊ ഒരു വ്യക്തിയുടെ വികസനമാണ് എന്ത്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് അല്ലെ? ഇപ്പൊ നിങ്ങളിലുള്ള എത്രയും ആൾക്കാർക്ക് ഓരോ കാര്യത്തിൽ വിദ്യാഭ്യാസം ഉണ്ട് അല്ലെ? ചില ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, ചിലർക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും, വരക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ? വരക്കുന്നത് നമുക്ക് ജന്മനാ കിട്ടുന്ന കഴിവുകളാണ്. എഡ്യൂക്കേഷൻ എന്ന എന്താണ്? വിദ്യാഭ്യാസം. അത് ഒരു വ്യക്തിയുടെ എന്താണ്? വികസനമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കേട്ടോ. പെട്ടെന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം അതായത് എഡ്യൂക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ നോളജ്, സ്കിൽസ്, ഗുഡ് ഹാബിറ്റ്സ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. പേരൻസ് എക്സ്പെക്ട് മോർ ഡിസിപ്ലിനറി ട്രെയിനിങ് വൈൽ ദേ സെൻഡ് ദെയർ ചിൽഡ്രൻ ടു ദ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ എന്തിനാണ് സ്കൂളിൽ കുട്ടികളെ പറഞ്ഞേക്കുന്നത്? നമ്മൾ വീട്ടിലെത്തിയാൽ പോരെ, നമ്മൾ എന്തിനാ പറഞ്ഞേക്കുന്നത്? കൂടുതൽ അച്ചടക്കം അല്ലെ? കൂടുതൽ അച്ചടക്കം പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രക്ഷിതാക്കൾ എന്ത് ചെയ്യണത്? നിങ്ങൾ കണ്ടിട്ടില്ലേ, 3.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് മക്കളെ ചില പേരൻസ് പറഞ്ഞേക്കും. അത് എന്തിനാണ്? ചിലപ്പോ അതിന്റെ താഴെ ചെറിയ മക്കളുണ്ടാവും. അപ്പൊ നമുക്ക് ഇവരെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞേക്കുന്ന പേരൻസും ഉണ്ട്. ഞാൻ കുറച്ചുകൊണ്ട് അച്ചടക്കം പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ലേ? അപ്പൊ കൂടുതൽ അച്ചടക്കം പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? രക്ഷിതാക്കള് സ്കൂളിലേക്ക് പറഞ്ഞേക്കണത്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? ദ മെയിൻ്റെനൻസ് ഓഫ് ഡിസിപ്ലിൻ സ്റ്റാർട്ട്
from the classroom and a classroom is not enough to maintain discipline. എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അച്ചടക്കം നമ്മൾ അച്ചടക്കം നിലനിർത്താന് അവരെ മുമ്പില് ഇപ്പൊ ടീച്ചർമാർ തന്നെ ക്ലാസ്സിൽ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി അവിടുത്തെ ടീച്ചറെ അപ്പുറത്തുള്ള ടീച്ചറെ കണ്ട് സംസാരിക്കുക, സൗണ്ട് ഉണ്ടാക്കുക, അങ്ങനെ കുട്ടികൾ നന്നാവോ? ഇല്ല. നമ്മൾ അവർക്ക് മാതൃകയാകണം, നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം അച്ചടക്കം. നമ്മൾ അത് കാണിച്ചു കൊടുത്തിട്ട് വേണം എന്ത് മക്കളെ പഠിപ്പിക്കാന്. അതായത് അച്ചടക്കം നിലനിർത്താന് നമ്മളൊരു ക്ലാസ്, നമുക്കൊരു ക്ലാസ് കിട്ടുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ അപ്പുറത്തെ ടീച്ചർ വഴി നമ്മൾ നല്ല ക്ലോസ് ചെയ്യിക്കാറ്. അപ്പൊ അവിടെ നിന്ന് എങ്ങനെ സംസാരിച്ചാൽ ഈ കുട്ടികൾ എന്താവൂല, അച്ചടക്കം പഠിക്കൂല. അപ്പൊ അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. നമുക്കത് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കുക, അതിനൊന്നും പ്രശ്നമല്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, അച്ചടക്കം നിലനിർത്താൻ ഒരു ക്ലാസ്സിൽ, അതായത് വിദ്യാർത്ഥികളും അതുപോലെ അവിടുത്തെ സുഹൃത്തുക്കളോടും നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് എന്ത് ചെയ്യുക, പെരുമാറുക അല്ലെ. എന്നാലേ അവരെ ക്ലാസ്സിൽ എന്തുണ്ടാവുള്ളൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ, എന്റെ ക്ലാസ്സിൽ നമ്മൾക്ക് ഓരോരുത്തർക്ക് ഓരോ ക്ലാസ് ടീച്ചറായി കിട്ടാന്ന് വിചാരിക്കുക. ഇനി നെക്സ്റ്റ് ഇയർ നിങ്ങൾ ഓരോ സ്കൂളിൽ കയറുമ്പോ ഇപ്പൊ നമ്മളോട് പറയണം എന്റെ ക്ലാസ്സിലെ കുട്ടികൾ നല്ല അച്ചടക്കാണ്. നമുക്കൊരു സന്തോഷമല്ലേ കേൾക്കുമ്പോ. എനിക്ക് വേറെ ടീച്ചർ പറയും എന്റെ ക്ലാസ്സിലെ കുട്ടികളാണ് ആ സൗണ്ട് ഉണ്ടാക്കുന്നത്, എന്തൊരു അലമ്പാണെന്ന് പറയും. അപ്പൊ നമുക്കൊരു വിഷമമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പഠിപ്പിക്കൽ മാത്രമല്ല അല്ലെ. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ ടീച്ചറാണ്, പക്ഷെ ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പോവാ, അങ്ങനല്ല. നമ്മള് എന്ത് ചെയ്യണം, നമ്മൾ ഓൺലൈൻ ആണെങ്കിലും ഓൺലൈനുകൾ നമ്മള് ക്ലാസ്സുകൾ ക്വസ്റ്റ്യൻസ് എഴുതിയോ, എവിടെ എഴുതിയത്, അതൊക്കെ നമ്മൾ ചോദിക്കണം. ക്വസ്റ്റ്യൻ വിട്ടുകൊടുക്കുക, ആൻസർ വിട്ടുകൊടുക്കുക, നമ്മൾ ഇത്ര ആൾക്കാർ എഴുതി നമ്മൾ അറിയണം. അല്ലാതെ ക്ലാസ് എടുക്കുക അതുകൊണ്ട് കാര്യമല്ല അല്ലെ. നമ്മൾ അത്രയും കാര്യങ്ങൾ നമ്മുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ അച്ചടക്കത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് നന്നായിട്ട് വിജയകരമായിട്ട് അച്ചടക്കം അതായത് വിജയകരമായിട്ട് ഒരു ക്ലാസ് റൂം നയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് അച്ചടക്കം ആവശ്യമാണ്. അതുകൊണ്ട് അധ്യാപകൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? ക്ലാസ് റൂം ഈസ് നോട്ട് ഇനഫ് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ. അധ്യാപകൻ എന്ത് ചെയ്യണം, അധ്യാപകന് ആദ്യം അച്ചടക്കം നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനത്തെ വിദ്യാഭ്യാസത്തിൽ അതായത് എഡ്യൂക്കേഷനിൽ കുട്ടികളെ മേലെ നമുക്ക് അടിച്ചേൽപ്പിക്കാം. അടങ്ങിയിരിക്കണം എന്ന് പറയാം. നമ്മള് എന്താണ് നന്നായിട്ട് സംസാരിച്ചിട്ട് കുട്ടികളോട് അടങ്ങിയിരിക്കാൻ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മള് നന്നായിട്ട് അച്ചടക്കം പാലിക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, കുട്ടികളെയും കൂടെ സ്റ്റുഡൻസിനും കൂടെ എന്ത് ചെയ്യാം, ഡിസിപ്ലിൻ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഒരടങ്ങി നിൽക്കൊന്നുമില്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. ചെറിയ മക്കളപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കുട്ടികൾ ചിലപ്പോൾ നന്നായിട്ട് അടങ്ങിയിരിക്കും അല്ലെ. അവരെ നോക്കാൻ കുറെ ടീച്ചേഴ്സ് ഉണ്ടാവും. പക്ഷെ ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ബോയ്സ്, ഇപ്പൊ ഗേൾസ് ഒക്കെ അങ്ങനെ തന്നെയാണ്. ബോയ്സ് ഒക്കെ ഭയങ്കര അല്ലെ, മഴയൊക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും, വെള്ളത്തിൽ ഇറങ്ങുക, അവിടെ ഇവിടെ ഇറങ്ങുക. അപ്പൊ നമ്മൾ നന്നായിട്ട് സൗണ്ട് ഇടേണ്ടി വരും. അതിന് നമുക്ക് മൈക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളിപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് റെഡിയാവും. ഇവരെവിടെ ഇങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ റെഡിയാവും. ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ അത്രയും പോയിന്റ്സ് ആണ് ഉള്ളത് കേട്ടോ. ഇത്രയും കാര്യം മനസ്സിലായോ? നമ്മൾ എത്ര ആൾക്കാർ കയറി ഒന്ന് നോക്കട്ടെ. 18 ആൾക്കാർ കയറിയിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഇത് കുറെ പ്രാക്ടിക്കലായി ചെയ്യാനുള്ളതാണ് കേട്ടോ. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞെന്ന് മാത്രം. നമുക്ക് അതും കൂടെ അറിയണമല്ലോ സ്കൂളിൽ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എടുക്കാൻ പോകുന്നത് സ്റ്റുഡൻസ് ഹാവ് ടു ബിഹേവ് before the elders, with the friends and with others. Self-discipline is also necessary to lead a successful life. So teacher, the central pillar of education, should impose discipline. എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തത് നിങ്ങൾ വായിച്ചു തരണം കേട്ടോ. ഒരാളെ കൊണ്ട് ഞാൻ വായിപ്പിക്കുവേ. ഞാൻ വായിപ്പിക്കുമ്പോഴാണ് നിങ്ങളും കൂടെ എന്ത് ചെയ്യുള്ളൂ, ഇംഗ്ലീഷിൽ നമുക്ക് ഇംഗ്ലീഷിൽ നന്നായിട്ട് വായിക്കാനും ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ കിട്ടുള്ളൂ. അപ്പൊ എന്താ അതിൽ പറഞ്ഞത് എന്ന് വെച്ചാൽ, സ്റ്റുഡൻസ് അതായത് നമ്മൾ എന്ത് ചെയ്യണം, അച്ചടക്കം എന്തിലൂടെ ഉണ്ടാകാൻ പറ്റുള്ളൂ? വിദ്യാഭ്യാസത്തിലൂടെ അല്ലെ. അച്ചടക്കം എന്ന് പറഞ്ഞാല് നമ്മൾ എന്തിലൂടെ നമ്മൾ അച്ചടക്കം ഉണ്ടാക്കിയെടുക്കുക? വിദ്യാഭ്യാസത്തിലൂടെ. നമ്മൾ അച്ചടക്കം നമ്മൾ മൊത്തത്തിലായിട്ട് ജസ്റ്റ് ഒന്നങ്ങനെ പറയാണ് കേട്ടോ. അച്ചടക്കം വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ഉണ്ടാക്കുക. നമ്മളെ സ്വഭാവത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ചില ക്ലാസ്സിലെ കുട്ടികളെ കണ്ടിട്ടില്ല, ചില കുട്ടികൾ നന്നായിട്ട് പിന്നെ ഒതുങ്ങിയിരിക്കണം, സൈലന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. ചിലപ്പോൾ നന്നായിട്ട് പഠിക്കൂലെങ്കിലും സൈലന്റ് ആയിട്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും. ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കും, എന്നാലും അച്ചടക്കമില്ലായ്മ ഉണ്ടാവും. അത് ചെറിയ മക്കള്, അത് നമുക്ക് ഓരോ റെഡിയാക്കി എടുക്കാം അല്ലെ. നമ്മളിങ്ങനെ പറഞ്ഞതിനനുസരിച്ച് അവരെന്ത് ചെയ്യും, റെഡി ആയിട്ട് ഇരിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞത് സ്റ്റുഡൻസ് ഹാവ് ടു ബിഹേവ് ബിഫോർ ദ എൽഡേഴ്സ്, വിത്ത് ദ ഫ്രണ്ട്സ് ആൻഡ് വിത്ത് others. സെൽഫ് ഡിസിപ്ലിൻ ഈസ് ആൾസോ നെസസറി ടു ലീഡ് എ സക്സസ്ഫുൾ ലൈഫ്. സോ ടീച്ചർ, ദ സെൻട്രൽ പില്ലർ ഓഫ് എഡ്യൂക്കേഷൻ, ഷുഡ് ഇമ്പോസ് ഡിസിപ്ലിൻ. അത് മൊത്തത്തിലായിട്ടൊന്ന് പറഞ്ഞിട്ട് അതിലൊന്ന് കൂടുതൽ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഞാൻ തരാം. കൂടുതലായിട്ട് നമ്മൾ അതിലിങ്ങനെ ഡീപ്പായിട്ട് ഇതാക്കണ്ട. അതിന്റെ ഒരു ഒറ്റ സെന്റൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ പറഞ്ഞു എന്ത് നേരത്തെ,
അച്ചടക്കം എന്ന് പറഞ്ഞാൽ ആദ്യം അധ്യാപകന് ശ്രദ്ധിക്കണം, അതിന്റെ ശേഷം ആര് ഇതാക്കാൻ പറ്റുള്ളൂ, നമ്മള് സ്റ്റുഡൻസിനെ കൊണ്ട് പറയിപ്പിക്കാൻ, അതായത് നിങ്ങൾ അടങ്ങിയിരിക്കുന്നു നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അച്ചടക്കം എന്ന് പറഞ്ഞാൽ എന്തിലൂടെ നേടിയെടുക്കേണ്ടതാണ്, വിദ്യാഭ്യാസത്തിലൂടെ. അതായത് നമ്മളിപ്പോ ഒരു നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും, അതായത് പഠിക്കാത്ത കുട്ടികളുണ്ടാവും, അതായത് പഠിക്കാതെ വീട്ടിൽ ഇരിക്കുന്ന മക്കള്, പഠിക്കാൻ പോകാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കാം അല്ലെ, അങ്ങനത്തെ മക്കൾക്ക് അച്ചടക്കം കുറവായിരിക്കും. കാരണം അവരതൊന്നും പഠിച്ചിട്ടില്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മള് കഞ്ചാവ് കേസ് അങ്ങനത്തെ ഓരോ കേസുകൾ ഉണ്ടാവും, അതിൽ ചില മക്കളൊക്കെ അതിലായി പോവാണ്. കാരണം അവർക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സംഭവം കിട്ടാത്തത് കൊണ്ടായിരിക്കാം, ഓരോ സാഹചര്യം അങ്ങനെ ആയിരിക്കാം. ചില ആൾക്കാരല്ലാത്തവരും ഉണ്ടാവും, പക്ഷെ ഇതിലുള്ള ആൾക്കാരും ഉണ്ടാവും അല്ലെ. നമ്മൾ അച്ചടക്കം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ വിദ്യാഭ്യാസം അതുപോലെ നമ്മളെ അഭ്യാസത്തിലൂടെ മാത്രമല്ല നമ്മുടെ സ്വഭാവത്തിലൂടെ ഉണ്ടാകാൻ പറ്റുമെന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മള് സ്കൂൾ പരിസരങ്ങൾ ഉണ്ടാവും, നമ്മൾ ക്ലാസ് റൂമിൽ മാത്രം പോരാ, നമ്മളെ സ്കൂൾ പരിസരങ്ങളിലും ക്ലാസ് മുറികളും അച്ചടക്കം അടിച്ചേൽപ്പിക്കേണ്ടത് ആരുടെ കടമയാണ്, നമ്മൾ പറഞ്ഞു അധ്യാപകരുടെ കടമയാണ്, ശരിയാണ്. പക്ഷെ നമ്മൾ അതിനനുസരിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. നമ്മൾ എന്തെങ്കിലും അച്ചടക്കത്തിൽ വീഴ്ച വരുത്തിയാല് അല്ലെ, നമ്മളെ സ്റ്റുഡൻസ് എന്തെങ്കിലും അച്ചടക്കത്തിൽ വീഴ്ച വരുത്തിയാൽ നമുക്ക് അവിടെ എന്തെടുക്കാൻ പറ്റും, അവിടെ നടപടി എടുക്കാൻ പറ്റൂലേ, നമുക്ക് എന്തെങ്കിലും ചെറിയ പണിഷ്മെന്റ് ഒക്കെ കൊടുക്കാൻ പറ്റും. ലൈനായിട്ട് പോകണം നമ്മൾ പറയണം, ക്ലാസ് റൂം കഴിഞ്ഞ് സ്കൂൾ വിട്ട് ലൈനായിട്ട് പോകണം എന്ന് പറഞ്ഞ് ഇവര് ലൈനായിട്ട് പോയിട്ടില്ല എന്ന് വിചാരിക്കാം, നമുക്കൊരു അടി കൊടുക്കാം അല്ലെ. ചെറിയ മക്കളല്ല, സ്റ്റാൻഡേർഡ് ക്ലാസ്സുകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മളവിടെ ഓരോ ടീച്ചേഴ്സ് ഓരോ എടുത്ത് ഇങ്ങനെ വടിയും പിടിച്ചിങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ആ ഒരു കുറച്ച് ബാക്ക്വേർഡ് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയത്, നിങ്ങൾ പഠിച്ച ആ ടൈമില് നമ്മളിങ്ങനെ ലൈനായിട്ട് നിൽക്കുമ്പോൾ അതായത് ഓരോ ടീച്ചേഴ്സ് ഇങ്ങനെ വന്ന് നിൽക്കും, ഓരോ പിന്നെ സ്റ്റെപ്പിൽ വന്ന് നിൽക്കും. അല്ലാതെ അന്തീകാരം ഒന്നായിട്ട് അട്ടിക്ക് ഇങ്ങനെ വീയൂലേ, താഴേക്ക് ഇങ്ങനെ വീയും. നമ്മളിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ആ പഠിച്ച കാലത്തിലേക്ക് നമ്മൾ പോകും അല്ലെ. ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് അങ്ങനെയായിരുന്നു, ഇവിടെ ടീച്ചേഴ്സ് ഇങ്ങനെ ഓരോ ബാൽക്കണി ഉണ്ടാവും, അവിടെ ഓരോരുത്തർ വന്ന് നിൽക്കും. അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് വേഗം ബസ്സിലെത്തണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ കാണാം അല്ലെ. അപ്പൊ നമ്മൾ ഡിസിപ്ലിൻ എന്താണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും അവര് അതില് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നടപടി എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി നെക്സ്റ്റ് അതന്നെയാണ്, നെക്സ്റ്റ് പാരഗ്രാഫിലും ആ ഒരു സംഭവം തന്നെയാണ് കേട്ടോ വീണ്ടും പറയുന്നത്. ഡിസിപ്ലിൻ കംസ് ഓൺലി ബൈ പ്രാക്ടീസ് ആൻഡ് നോട്ട് കം ബൈ നേച്ചർ. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ടീച്ചേഴ്സ് ടു ഇമ്പോസ് ഡിസിപ്ലിൻ ഇൻ ദ സ്കൂൾ സറൗണ്ടിങ്സ് ആൻഡ് ക്ലാസ് റൂംസ്. ഇഫ് ഷീ ഫൈൻഡ്സ് ഡിഫോൾട്ട് ഇൻ ദിസ് ഷീ ഹാസ് ദ റൈറ്റ് ടു ടേക്ക് ഡിസിപ്ലിനറി ആക്ഷൻ അഗെയിൻസ്റ്റ് ദം അല്ലെ. നമുക്ക് നേരത്തെ പറഞ്ഞതും അതായത് അച്ചടക്കം ടീച്ചേഴ്സ് നിലനിർത്തിയാൽ മാത്രമേ സ്റ്റുഡൻസ് റെഡി ആവുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് സ്കൂൾ പരിസരങ്ങളും അതുപോലെ ക്ലാസ് റൂമുകളും ഒക്കെ അച്ചടക്കം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റും, നടപടി അവിടെ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് അവിടെ പറഞ്ഞത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ, നടപടി എടുത്തിട്ടില്ലെങ്കിൽ പ്രിൻസിപ്പാൾ വന്നിട്ട് നമ്മളെ ചീത്ത പറയും. നെക്സ്റ്റ് ഇതില് ദ ടീച്ചർ ഹെർസെൽഫ് ഈസ് എ ഗുഡ് റോൾ മോഡൽ ഫോർ ദ സ്റ്റുഡൻസ് ടു പ്രാക്ടീസ് ഡിസിപ്ലിൻ. ഷീ ഷുഡ് അവോയ്ഡ് ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് ഗോസിപ്പിംഗ്, nail biting in front of the students, but she doesn't has the right to interfere if others do such activities. She should adopt a friendly way to talk with them in order to avoid problems. എന്ന് പറഞ്ഞാൽ എന്താണ്, വിദ്യാർത്ഥികൾക്ക് അച്ചടക്കം പരിശീലിപ്പിക്കുന്നതിന് ടീച്ചർ തന്നെ എന്താണ്, ഒരു മാതൃകയാണ് അല്ലെ. The teacher herself is a good role model for the students to practice discipline. ഒരു ടീച്ചർ എന്തായിരിക്കണം, ഒരു സ്റ്റുഡന്റ് എന്നല്ല, അത്യാവശ്യം സ്റ്റുഡന്റ് ക്ലാസ്സിലുണ്ട്. അപ്പൊ ഓരോ സ്റ്റുഡന്റിനും ടീച്ചർ എന്തായിരിക്കണം, ഒരു റോൾ മോഡൽ ആയിരിക്കണം. ഒരു ടീച്ചറെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, അതായത് നമ്മൾ റോൾ മോഡൽ ആയിരിക്കണം സ്റ്റുഡന്റിന്. വേണ്ടേ, പേഷ്യൻസ് വേണം, നമുക്ക് ക്ഷമ വേണം, കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മൾ നന്നായിട്ട് പഠിപ്പിച്ചു, എല്ലാം നമ്മൾ റെഡിയാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഈവനിങ് ആയിട്ട് പേരൻസ്, അതായത് നമ്മൾ പേരൻസ് ആയിട്ട് കോണ്ടാക്ട് വേണം. വേണ്ടേ, കമ്മ്യൂണിക്കേറ്റീവ് പേരൻസ് ആയിട്ട് നന്നായിട്ട് നമ്മൾ കോണ്ടാക്ട് വേണം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ എന്നും അപ്ഡേറ്റ് ആയിരിക്കണം. നമ്മളിപ്പോ ഇന്ന് എടുക്കാനുള്ള ക്ലാസ് എന്ന് വിചാരിച്ചിരിക്കുക, അത് അപ്പം വന്നിട്ട് നോക്കരുത് അല്ലെ. നമുക്ക് LKG UKG ആണ് കുഴപ്പമില്ല, എന്നാലും സ്റ്റാൻഡേർഡ് ക്ലാസ് കിട്ടുകയാണെങ്കിൽ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ആയിരിക്കണം. പഠിപ്പിക്കാനുള്ള കാര്യം ഇന്നത് പഠിക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലെസൺ പ്ലാൻ എഴുതണം എന്നില്ല, പക്ഷെ ലെസൺ പ്ലാനോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എടുത്തു കൊടുക്കാൻ. നമുക്ക് നല്ല കോൺഫിഡന്റോട് കൂടെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ ഇത് എനിക്ക് ഒരാൾ വായിച്ചു തരണം, ഞാൻ ഒരാളെ വിളിക്കാം. നമ്മളെ ലീഡർ ന്യൂസിന് തന്നെ വായിക്കട്ടെ. ദ ടീച്ചർ. ഞാനിങ്ങനെ വായിക്കുമ്പോ നിങ്ങളിത് കേട്ടോണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ നിങ്ങളൊന്ന് ആക്റ്റീവ് ആണെന്ന് എനിക്ക് അറിയണം. ഓക്കെ, അപ്പൊ അത് വായിച്ചോ. ടീച്ചർ The teacher herself is a good role model for the students to practice discipline.
She should avoid bad habits like gossiping, nail biting in front of the students, but she doesn't has the right to interfere if others do such activities. She should adopt a friendly way to talk with them in order to avoid problems. ഓക്കെ, ഇവിടെ ആർക്കെങ്കിലും ക്ലാസ്സിൽ ആർക്കെങ്കിലും നഖം കടിക്കുന്ന പരിപാടി ഉണ്ടോ? അല്ലെ, നഖം കടിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാരും അടിപൊളിയാണ്. അതായത് ചില ആൾക്കാർ നമുക്ക് അറിയൂല, നമ്മൾ അറിയാതെ നമ്മളിങ്ങനെ നഖം കടിച്ചുകൊണ്ടിരിക്കും അല്ലെ, നമ്മൾ അറിയൂല അതിങ്ങനെ നഖം കടിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ നമ്മളത് ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് അതുപോലെ ആവും അല്ലെ, അവരും ആ ഒരു രീതിയിൽ വരും. നമ്മൾ നന്നായിട്ട് നമ്മളെന്താ പറയുക, നമ്മൾ ടീച്ചർ ആവുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലെ, നമ്മൾ പഠിപ്പിക്കൽ മാത്രമല്ല കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ ഞാൻ പറയുമ്പോൾ കുറെ പോലെ തോന്നുന്നു നിൽക്കുക, അതൊന്നും ചെയ്യുമ്പോൾ അതൊന്നുമില്ല, സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറയാം, വിദ്യാർത്ഥികൾക്ക് അച്ചടക്കം പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ തന്നെ എന്താണ്, നല്ലൊരു മാതൃകയാണ്. ഷീ ഷുഡ് അവോയ്ഡ് ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് ഗോസിപ്പിംഗ്. അതായത് ടീച്ചർ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായിരിക്കും അവോയ്ഡ് ചെയ്യുക? ഏഷണി പറയാ. ഇപ്പൊ നിങ്ങളൊരു ഗാങ് ടീച്ചേഴ്സ് ആയിരിക്കാം, പക്ഷെ അവിടെ നിങ്ങളിങ്ങനെ അതായത് ഏഷണി എന്തെങ്കിലും മറ്റുള്ള ടീച്ചേഴ്സിനെ ഇങ്ങനെ കുറ്റം പറയുകയാണെങ്കിൽ അത് ഈ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, നന്നായിട്ട് കേച്ച് ചെയ്യും. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ചിട്ട് ഗോസിപ്പ്, ഏഷണി പറയാ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നെയിൽ ബൈറ്റിംഗ്. നെയിൽ ബൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നഖം കടിക്കുക. അതൊന്നും ചെയ്യരുത്. ഇങ്ങനത്തെ ദുശീലങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം അല്ലെ. നിങ്ങളാരും അത് ചെയ്യൂലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ് കേട്ടോ. നമ്മളിപ്പോ അത്യാവശ്യം നമ്മൾ ചിലപ്പോൾ ഡോക്ടേഴ്സ് ആയിരിക്കാം, ചില ആൾക്കാര് വലിയത് പഠിച്ച ആൾക്കാരെ കുറിച്ച് അറിയാതെ ഇങ്ങനെ വെച്ച് പോകണം അല്ലെ. ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ അങ്ങനെ ഡോക്ടേഴ്സ്മാരെന്നെ അറിയാതെ ഇങ്ങനെ വെച്ച് പോകുന്നതായിരിക്കും അല്ലെ. നമ്മളത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് എന്താ പറയുക, ബട്ട് ഷീ ഡസന്റ് ഹാസ് ദ റൈറ്റ് ടു ഇന്റർഫിയർ ഇഫ് ഓതേഴ്സ് ഡു സച്ച് ആക്ടിവിറ്റീസ്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഇങ്ങനത്തെ പരിപാടികളൊന്നും, അതായത് ഏഷണി പറയലും അതുപോലെ നഖം കടിക്കുക, ഇങ്ങനത്തെ ദുശീലങ്ങളൊക്കെ നമുക്ക് ഇല്ലെങ്കിൽ മാത്രമേ സ്റ്റുഡൻസിനോട് ഇത് പറയാനുള്ള അവകാശം ആർക്കുള്ളൂ, ടീച്ചർക്കുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ കുട്ടികൾ പറയും ടീച്ചർ കടിക്കണുണ്ടല്ലോ, ടീച്ചർക്ക് ബാഡ് ഹാബിറ്റ് ഉണ്ടല്ലോ, പിന്നെന്താ ഞങ്ങൾക്ക് ചെയ്താലെന്ന് പറയും. അതുകൊണ്ട് ടീച്ചർ നന്നായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഓക്കെ, ഷീ ഷുഡ് അഡോപ്റ്റ് എ ഫ്രണ്ട്ലി വേ ടു ടോക്ക് വിത്ത് ദം ഇൻ ഓർഡർ ടു അവോയ്ഡ് പ്രോബ്ലംസ്. അപ്പൊ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളോട് നമ്മൾ നല്ല അറ്റാച്ച്മെന്റ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നല്ല സൗഹൃദപരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോ നല്ലൊരു അറ്റാച്ച്മെന്റ് രീതിയിൽ കുട്ടികളോട് സംസാരിക്കുക അല്ലെ. അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറയാതെ നമ്മൾ എന്ത് ചെയ്യുക, പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടായാല് നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൗഹൃദപരമായ രീതിയിൽ നമ്മൾ നീങ്ങുക. അതാണ് ആ ഒരൊറ്റ പാരഗ്രാഫിൽ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. ഇതിൽ കുറച്ച് ആൻസേഴ്സ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുള്ളൂ, ഞാൻ വിട്ടു തരണ്ട്. അപ്പൊ ഈ സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. ഇതിൽ നിന്ന് ഞാനൊന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കട്ടെ. ഓക്കെ, 5 ആൾക്കാരോട് ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കട്ടെ, എന്നിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കുള്ളൂ കേട്ടോ. മാനേജ്മെന്റ് ഓഫ് ഓഫീസ് സിസ്റ്റം എന്നിട്ട് എടുക്കുള്ളൂ. ഓക്കെ, ഞാന് അതായത് ഇപ്പൊ ഞാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം അല്ലെ, അത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്, പക്ഷെ അതുപോലെ തന്നെയാണ് ചോദിക്കണില്ല. നമുക്ക് ഏത് രീതിയിൽ വന്നാലും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചോദിക്കുമ്പോൾ തന്നെ. ഇൻഡോർ ക്യാൻവാസിങ്. ഇൻഡോർ ക്യാൻവാസിങ് എന്താന്ന് ഒരാൾ പറയണ ഞാൻ ചോദിക്കാം. ഫർസാന, ഇൻഡോർ ക്യാൻവാസിങ്. ഇൻഡോർ ക്യാൻവാസിങ് എന്താ? മലയാളത്തിലും ഇംഗ്ലീഷിലും പറയാട്ടോ, നിങ്ങൾക്ക് എങ്ങനെ എഴുതാമല്ലോ, കുഴപ്പമില്ല. പറഞ്ഞു, ഇൻഡോർ ക്യാൻവാസിങ്. നൽകുക, അച്ചടക്കം പാലിപ്പിക്കുക, പിന്നെ മാതാപിതാക്കൾക്ക് എന്താണ് വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ്. മാതാപിതാക്കൾക്കും സന്ദർശകർക്കും വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇൻഡോർ ക്യാൻവാസിങ്. ഓക്കെ, പ്രസന്റ് സ്റ്റുഡൻസ് മെയിൻറ്റെയിനിങ് ദ ഡിസിപ്ലിൻ, സ്ട്രിക്ട്ലി കൺവീനിയൻസ്, എൻക്വയറീസ്, നമ്മളെ എൻക്വയറീസുകൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് നെഗറ്റീവ് ക്യാൻവാസിങ് ആണ്. ഞാൻ ചോദിക്കാം, മർസിന പറ, നെഗറ്റീവ് ക്യാൻവാസിങ്. മാം, ഞാനന്ന് ആ ക്ലാസ്സിൽ ഉണ്ടായിട്ടില്ല, എൻ്റെ അടുത്ത് ടെക്സ്റ്റും ഇല്ല. പക്ഷെ എനിക്ക് കുറച്ച് കാര്യം മാം അയച്ചതിൽ നിന്ന് മനസ്സിലായത് ഞാൻ പറയാം. അതായത് നമ്മൾ വീടുകളിൽ പോയിട്ട് ക്യാൻവാസ് ചെയ്യുന്നത്, ഇങ്ങനെ ആളുകളെ പുറത്തുനിന്ന് കണ്ടിട്ട് ക്യാൻവാസ് ചെയ്യുന്നത് നെഗറ്റീവ് ക്യാൻവാസിങ്ങിൽ പെട്ടതാണ്.
Okay. അതില് ചീറ്റിംഗ് എന്താ കേട്ടിട്ടില്ല, എന്താ പറഞ്ഞ? ചീറ്റിംഗ് അല്ല വിട്ടത് ഇല്ലേ? ഇത് സൗണ്ട് ബ്രേക്ക് ആവുന്നു, മാം പറയുന്നത് കേൾക്കുന്നില്ല. ആണോ? എന്താ പറഞ്ഞേ? പറഞ്ഞോ. മർസിന മൈക്ക് ഓഫ് ആണോ? മൈക്ക് ഓഫ് ചെയ്തോ? ആരാണ് മൈക്ക് ഓഫ് ചെയ്യേണ്ടത്? അപ്പൊ ഓക്കെ, ഇനി പറഞ്ഞോ. ഞാൻ മൈക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. മൈക്ക് ഇത് എന്താ പറയാ, ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഓൺ ആക്കാം കേട്ടോ, അല്ലെങ്കിൽ ആകെ കൂടെ ഇതാവോ എന്താ അറിയൂല, റേഞ്ച് പോകും. ഓക്കെ, പറഞ്ഞോ മർസിന, പറഞ്ഞോ. വീടുകളിൽ പോയിട്ടുള്ള ക്യാൻവാസിങ്, അതായത് നമ്മള് എന്താ പറയാ, സ്കൂളിൽ ഇല്ലാത്തൊരു കാര്യത്തിനെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാൻവാസിങ്. വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് കുബ്രനോടാണേ. അല്ലേ കുബ്ര അല്ലേ നെയിം? കുബ്രന്റെ കൂടെ വേറെ എന്തോന്നും കൂടെ ഉണ്ടല്ലോ അല്ലേ? എന്തോന്നും കൂടെ കണ്ടിരുന്നു, അതിന്റെ ഫുൾ എന്തോന്നുണ്ടല്ലോ നെയിം അല്ലേ? ഫുൾ നെയിം എന്തോന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനി കുബ്രനോടാണ് ചോദിക്കുന്നത്. അതായത് ചീറ്റിംഗ് അഡ്മിഷൻ, ഈ ചീറ്റിംഗ് അഡ്മിഷൻ എന്ന് പറഞ്ഞത് ഏതാണ്? അതായത് ഏത് മന്തിൽ വരുന്നതാണ് ചീറ്റിംഗ് അഡ്മിഷൻ എന്ന് പറയുന്നത്? ടൈപ്പ് ചെയ്താലും മതി, പറയാൻ പറ്റുമെങ്കിൽ പറയാം, കുഴപ്പമില്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രവേശനം നേടുന്നതാണ്. ജനുവരിയിൽ വരുന്ന, പറഞ്ഞോ. ജനുവരിയിൽ എന്താ പറഞ്ഞത്? തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രവേശനം നേടുന്നല്ലേ ചീറ്റിംഗ് അഡ്മിഷൻ അല്ലേ? അതാണ്, കറക്റ്റ് ആണ്. വെരി ഗുഡ്. പിന്നെ അതുപോലെ ജനുവരി അല്ലെ, ജനുവരിയിൽ വരുന്നതിന് നമ്മൾ ചീറ്റിംഗ് അഡ്മിഷൻ എന്ന് പറയാറുണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ജനുവരി ഉണ്ടോ എക്സാമിന്? ഫെബ്രുവരി ഒന്നും മാറി എഴുതരുതേ, ജനുവരി കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഇനി രണ്ടാൾക്കാരും കൂടെ ചോദിക്കാണ്ട്. ഡാഷ് ഈസ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്യാൻവാസിംഗ് ഞാൻ ചോദിക്കാം. ഒറ്റ മിനിറ്റ്. വിസ്മയ, ഡാഷ് ഈസ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്യാൻവാസിംഗ്. എന്തെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുള്ളവർ ടൈപ്പ് ചെയ്യട്ടോ, കുഴപ്പമില്ല. ഡാഷ് ഈസ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്യാൻവാസിംഗ്. ഏതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്യാൻവാസിംഗ്? ജസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിച്ചതാണ്. ഡോർ ക്യാൻവാസിംഗ് ആണോ? ഡോർ ക്യാൻവാസിംഗ്, യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഏത് രീതിയിലും ചോദിക്കും, ഏത് രീതിയിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റണം. ഓക്കെ, നമ്മൾ ചിലപ്പോ നിങ്ങൾ പഠിച്ചതുപോലെ തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ വന്നോളണം എന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പറയാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ എന്താ ഏത് രീതിയിലും ചോദിക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരാളോട് കൂടെ ചോദിക്കാണ്ട്. മുനീറ ഉണ്ട് അതില്? മുനീർ തന്നെയല്ലേ നെയിം? മുനീർ ആയിരിക്കും അല്ലെ? മുനീർ അല്ലേ? ആണല്ലേ? മൈക്കോണായിട്ട് പറയാ, മുനീറ അല്ലേ? യെസ്. വാട്ട് ഈസ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് എന്താണ്? മാനേജ്മെന്റ് എന്താണ്? Management means steering an organization. Steering organization towards a specified objectives through the certain process. യെസ്, വെരി ഗുഡ്. ഇതിലിപ്പോ എല്ലാരും നോക്കാതല്ല പറഞ്ഞത്? ആരും നോക്കി പറഞ്ഞ ആൾക്കാരില്ലല്ലോ? ഞങ്ങള് പിന്നെ കുറച്ച് മുന്നേ ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ എക്സാം ഒരു 2-3 ചാപ്റ്റർ എഴുതിയതാണ്. ആണോ? ശരി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു റിവിഷനും കൂടിയിട്ടാണ് മിസ് ക്ലാസ് എടുക്കുന്ന സമയത്ത്. ഓക്കെ, ഒന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ നോക്കിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ ഒരു ഇതിൽ കാണാൻ പറ്റും നോക്കിയ ആൾക്കാരെന്ന്. അപ്പൊ അത് നോക്കിയിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ,
ഇനി ഓരോ ചാപ്റ്റർ എക്സാം എടുക്കാൻ കഴിയോ? നമ്മൾ ഓരോ ചാപ്റ്ററും നടത്താം. അപ്പൊ നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയല്ലോ, അപ്പൊ അതിന്റെ നമുക്ക് എക്സാം കേട്ടോ. എങ്ങനെ നടത്താൻ നമ്മൾ നോക്കട്ടെ. ടെക്സ്റ്റും ഇല്ല, നമ്മൾ ടൈം ആണ്, ടെക്സ്റ്റും ഇല്ല അല്ലെ. മർജിനൊക്കെ ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല അല്ലെ. ഞാൻ അതിന്റെ മുമ്പ് ക്ലാസ്സിൽ വിടുന്നുണ്ട് കേട്ടോ. അതായത് ടെക്സ്റ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ വിടുന്നുണ്ട്. നമ്മൾ ഇന്നെടുക്കുന്ന പോർഷൻസ് ഏതാന്നുള്ളതിൽ വിടുന്നുണ്ട് കേട്ടോ. നോക്കണേ, അത് നിങ്ങൾക്ക് അതായത് നോക്കിയിട്ട് പറയാൻ പറ്റുമല്ലോ അല്ലെ. ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ 2 പോയിന്റ്സ് പറഞ്ഞാൽ മതി കേട്ടോ. വർക്കിംഗ് ഓഫ് മാനേജിങ് ആണ്. നോക്കട്ടെ, സുഹൈല അടുത്തതിന്റെ ആൻസർ പറയണേ. ദ വർക്കിംഗ് ഓഫ് മാനേജിങ് ദ സ്കൂൾ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ദ ഫോളോയിങ് ഗ്രൗണ്ട്സ് അല്ലെ. വർക്കിംഗ് ഓഫ് മാനേജിങ് അതിലൊരു 5 പോയിന്റ്സ് പറ. 8 ഉണ്ട്, 5 പറഞ്ഞാൽ മതി. പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഴുതിയാൽ മതി കേട്ടോ, കുഴപ്പമില്ല. The work of managing school can be classified in the following grounds അല്ലെ. നമ്മൾ വർക്ക് ഓഫ് മാനേജിങ് പറഞ്ഞിരുന്നു. സോയില കേൾക്കണില്ലേ? ഞാൻ പഠിച്ചിട്ടില്ല ഇന്ന്. ഇന്നൊന്ന് പറഞ്ഞു നോക്ക്. The work of managing classroom management, premises maintenance, office maintenance, canvassing and propagandas, discipline maintenance, yes, very good. party in function and full പറയണോ മിസ്സേ? അപ്പൊ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് നാജിയല്ലേ വിളിച്ചത്? നാജിയാണോ പറഞ്ഞത്? ഓക്കെ ഓക്കെ, നാജിയാണോ? ഓക്കെ ഗുഡ്. ഞാൻ സുഹൈലിനോടാണ് ചോദിച്ചത്. അപ്പൊ പഠിച്ചിട്ടില്ല സുഹൈലിയാണോ? അതെ, ഞാൻ പറഞ്ഞു 2 പഠിച്ചു, ഫുള്ള് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നാജിയ പഠിക്കണം കേട്ടോ. അനാജിയ പറഞ്ഞോ ബാക്കി. അതായത് പാർട്ടി ഇൻ ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ് എത്തിയിട്ടുണ്ട്. 2 കൂടെ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഇപ്പൊ പഠിക്കാത്ത ആൾക്കാർ നന്നായിട്ട് പഠിക്കണേ. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താ പറയുക, ഒന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് അല്ലെ. ഓരോരുത്തരോട് ഇങ്ങനെ 5 ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇപ്പൊ ഇന്ന് ചോദിച്ച ആൾക്കാരോട് നാളെ ചോദിക്കൂല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ഇവരിങ്ങനെ പറയുമ്പോൾ കേട്ടോണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം, മാനേജ്മെന്റ് ഓഫ് ഓഫീസ് സിസ്റ്റം കേട്ടോ. അപ്പൊ ഈ ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് ക്ലിയർ ആയോ ഇല്ലയോ ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. സെക്കൻഡ് ചാപ്റ്റർ ടൈപ്പ് ചെയ്ത് അയക്കാം. ഓക്കെ, ഹെൽത്തിന്റെ എക്സാം കൂടെ ഉണ്ട്. ഹെൽത്തിന്റെ എക്സാം ഉണ്ട്. എന്നോട് 2 ക്ലാസ്സിൽ പോയി ചോദിച്ചു എന്ന്. ഓക്കെ ഓക്കെ, ചിലപ്പോ നമ്മളങ്ങനെ വിളിക്കും ചെയ്യും കേട്ടോ, നമുക്ക് അറിയൂല. ഓക്കെ, ഇനി വിളിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പേര് ടൈപ്പ് ചെയ്ത് ഇതിൽ വിടണേ. അതായത് നമ്മള് ചിലപ്പോ പിന്നെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ തീരെ വിളിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് നെയിം ഇതിൽ അയക്കുക. അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വിളിക്കൂ കേട്ടോ. ഞാൻ ഇതിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടാണ് വിളിക്കുന്നത്. വിളിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇതിൽ എഴുതണേ, നെയിം ടൈപ്പ് ചെയ്ത് വിടണം കേട്ടോ, തീരെ വിളിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ. മാനേജ്മെന്റ് ഓഫ് ഓഫീസ് സിസ്റ്റം നമുക്ക് ഈ സെക്കൻഡ് ചാപ്റ്റർ എടുക്കാം കേട്ടോ. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എടുക്കാനുണ്ട്. ഈ ഒരു ഇതിൽ രണ്ടിലും ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് എക്സാം നടത്തണം. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് ഓഫ് ഓഫീസ് സിസ്റ്റം ആണ് ഇനി സെക്കൻഡ് ചാപ്റ്റർ കേട്ടോ. ഓഫീസ് സിസ്റ്റത്തിന്റെ മാനേജ്മെന്റ് അല്ലെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സ്കൂൾ അതായത് നമ്മൾ ടീച്ചർ ആയിരിക്കുമ്പോൾ ഓഫീസിലും കൂടെ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരും അല്ലെ. അപ്പൊ നമുക്കത് നോക്കാം. ഇറ്റ് ഈസ് ഇൻക്രീസിംഗ്ലി ബിക്കമിങ് ഇമ്പോർട്ടന്റ് ദാറ്റ് എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇഫ് ഇറ്റ് ഈസ് ടു ബിക്കം മീനിങ്ഫുൾ മസ്റ്റ് ഹാവ് വെൽ ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് managerial personnel to cope up with the changing context of the educational system. ഓഫീസ് മാനേജ്മെന്റ് നമ്മൾ ഇതുവരെ പഠിച്ചത് എന്തായിരുന്നു, എന്താണ് മാനേജ്മെന്റ്? വർക്കിംഗ് ഓഫ് മാനേജിങ്, അതിൽ ഇൻഡോർ ക്യാൻവാസിങ്, നെഗറ്റീവ് ക്യാൻവാസിങ്, പ്രിമൈസസ് ആൻഡ് പിന്നെ എന്തായിരുന്നു ബിൽഡിംഗ് മെയിൻ്റെനൻസ്. ലാസ്റ്റ് പഠിച്ചതാണ് ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റെനൻസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എന്ത്, ഓഫീസ് മാനേജ്മെന്റ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് ഓഫീസ് മാനേജ്മെന്റ്. ഓഫീസ് മാനേജ്മെന്റ് മീൻസ് how to manage the staffs, the records, how to take a decision, etc. Here the teacher is not in an
ഓഫീസ് മാനേജ്മെന്റ് ഇന്നവിടെ അല്ലേ, ഈസ് നോട്ട് ആൻ ഓഫീസ് മാനേജ്മെന്റ്. ഷീ ഈസ് ഓൺലി ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഓഫീസ് വർക്ക്സ് ആൻഡ് നോ അതർ റോൾ ഈസ് അസൈൻഡ് ടു ഹർ. ഷീ ഈസ് നോട്ട് എ ഡിസിഷൻ മേക്കർ ഓർ എ കൺട്രോളർ ഓഫ് അതർ വർക്ക്സ്. ഹസീൻ അതൊന്ന് വായിച്ചേ, ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ള ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചേ, ഒന്ന് വായിക്കോട്ടോ. ടെക്സ്റ്റ് ഇല്ല, ടെക്സ്റ്റ് ഇല്ലാത്തവര് ഞാൻ വിട്ടതൊന്ന് നോക്കി വായിച്ചാൽ മതി കേട്ടോ. മിസ്സേ വായിക്കേ. ഓക്കെ. It is increasingly becoming important that educational system, if it is to become meaningful, must have a well trained and experienced managerial personnel to cope up with the changing context of the educational system. Office management means how to manage the staff, the records of to take a decision, etc. Here the teacher is not an office management. She is only taking part in the office workers and no other role is assistant to her. She is not assigned to her. She is not a decision maker or a control maker or a controller of the others workers. Okay, other works. But it is increasingly important that educational system, if it is to become meaningful, must have well-trained and experienced managerial personnel to cope up with the changing context of the educational system. അതായത് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ എന്തുണ്ട്, പല മാറ്റങ്ങളും നടക്കുന്നുണ്ട് അല്ലെ. വിദ്യാഭ്യാസ മേഖലയിൽ എന്തുണ്ട്, ഓഫീസ് മാനേജ്മെന്റ്, വിദ്യാഭ്യാസ മേഖലയിൽ പല മാറ്റങ്ങളും എന്തുണ്ട് നടക്കുന്നുണ്ട് അല്ലെ. നമ്മൾ പല യൂണിവേഴ്സിറ്റികൾ, പല മാറ്റങ്ങൾ, പല നമ്മൾ പഠിച്ചത് അതുപോലെ അല്ലല്ലോ ഇപ്പോ, പല ചേഞ്ചസുകളും നടത്തുന്നുണ്ട്. അതിൽ പറയുന്നതാണ് എന്ത്, അതായത് ചേഞ്ചിങ് കോണ്ടെക്സ്റ്റ് ഓഫ് ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം, അതായത് വിദ്യാഭ്യാസ മേഖലയിൽ പല മാറ്റങ്ങളും നടക്കുന്നുണ്ട്. അതിനാൽ നമ്മൾ എന്ത് കൊടുക്കണം, ഇവർക്ക് പരിശീലനം, അതായത് നമ്മൾ നന്നായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഉദ്യോഗാർത്ഥികളെ മാത്രമേ നമുക്കറിയാൻ പറ്റൂ. നമ്മളിപ്പോ എവിടെ പോയാലും, നിങ്ങളിപ്പോ ഈ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ടീച്ചേഴ്സ് ആയിട്ട് ഇറങ്ങിയിട്ട് എക്സ്പീരിയൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മള് സ്കില്ല്, എക്സ്പീരിയൻസ് ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത സ്കൂളുകളിൽ നമുക്ക് നമ്മൾ നല്ലൊരു സ്കൂളിൽ വർക്ക് ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഏതൊരു കാര്യത്തിലായാലും നമുക്ക് എന്താണ്, എക്സ്പീരിയൻസ് ആണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ സർട്ടിഫിക്കറ്റിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ് എന്ത്, സ്കില്ലും അതുപോലെ നമ്മളെ എക്സ്പീരിയൻസ് അല്ലെ. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും എല്ലാത്തിലും നമുക്ക് എന്ത് വേണം, ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, വിദ്യാഭ്യാസ മേഖലയിൽ പല മാറ്റങ്ങളും നടക്കുന്നുണ്ട്. അതിനാൽ നമുക്ക് എന്താണ്, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാനേജ്മെന്റ് അതായത് മാനേജ്മെന്റ് ഉള്ള ഒരു ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. അവരെയാണ് എല്ലാവർക്കും ആവശ്യം ഉണ്ടാവുക അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇപ്പൊ ഒരു ഡോക്ടർ എടുത്തിട്ട് ഇപ്പൊ നമ്മൾ പ്രഗ്നന്റ് കേസിനൊന്ന് ചിന്തിച്ചു നോക്കി, ഏറ്റവും നമ്മള് പുതിയ ഡോക്ടർ അടുത്ത് നിങ്ങൾ ആരെങ്കിലും പോകുമോ? ആരും പോകൂല ഇല്ലല്ലോ. നമ്മൾ ആ പഴയ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോകുള്ളൂ. കാരണം ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ അവിടെ പോവാന്ന് പറയും. എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എക്സ്പീരിയൻസ് ഉള്ള ആളുടെ അടുത്ത്, ഇപ്പൊ പല്ല് ഡോക്ടർ ആയിക്കോട്ടെ, നമ്മൾ എന്താ ചെയ്യാ, നമുക്ക് പേടിയാണ് പല്ലൊക്കെ പറയുമ്പോ എന്തെങ്കിലും ആവോ, ബ്ലഡ് വരുമോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആദ്യമുള്ള ഡോക്ടർ അവിടെ നമ്മൾ എല്ലാവരും അവിടെ കാണിക്കുള്ളൂ അല്ലെ. നിങ്ങളായാലും ഞാനായാലും ഒക്കെ ആദ്യം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നമ്മൾ കാണിക്കുള്ളൂ, പുതിയ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോകൂല. അതുപോലെ തന്നെയാണ് എല്ലാ ഫീൽഡിലും കേട്ടോ. അപ്പൊ വിദ്യാഭ്യാസ മേഖലയിലും പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. അവിടെയൊക്കെ എന്താണ്, നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ മാത്രമേ മാനേജ്മെന്റ് ആവശ്യമുള്ളൂ. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ, എഡ്യൂക്കേഷണൽ സിസ്റ്റം. ഇനി നമുക്ക് നോക്കാം ഓഫീസ് മാനേജ്മെന്റ്. അത് ഇമ്പോർട്ടന്റ് ആട്ടോ. ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൗ ടു മാനേജ് ദ സ്റ്റാഫ്സ്, ദ റെക്കോർഡ്സ്,
ഹൗ ടു ടേക്ക് എ ഡിസിഷൻ എക്സെട്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫീസ് മാനേജ്മെന്റ് എന്നത് ഓഫീസ് ജോലികൾ നമ്മൾ എന്ത് ചെയ്യുക, ശരിയായിട്ട് നടത്തിക്കൊണ്ടുപോവുക അല്ലെ. എന്തെങ്കിലും കാട്ടിട്ട് നടത്തി പോവല്ല, നല്ല കറക്റ്റ് ആയിട്ട് അക്കൗണ്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ക്ലിയർ ആയിട്ട് നമ്മൾ കൊണ്ടുപോവാം. അതാണ് എന്ത്? ഓഫീസ് മാനേജ്മെന്റ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഓഫീസ് മാനേജ്മെന്റ് അതൊക്കെ ഓൺലൈൻ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഓൺലൈൻ പഠിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഓഫീസിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അല്ലെ. നമ്മൾ പഠിച്ചു, സർട്ടിഫിക്കറ്റ് നേടി, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമ്മളൊരു ഓഫീസിൽ പോവുക, വർക്ക് ചെയ്യുക, അപ്പേ നമുക്ക് എക്സ്പീരിയൻസ് ആവുള്ളൂ. അവരെ അവിടെ ആവശ്യം ഉണ്ടാവുള്ളൂ അല്ലെ. ചില ആൾക്കാർ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ടുണ്ടാവൂല, പക്ഷെ ഓരവിടെ അത് HR ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. എന്തുകൊണ്ടാ? ഓരവിടെ കേറി എക്സ്പീരിയൻസ് ആയി. അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട് അല്ലേ. എക്സ്പീരിയൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എല്ലാ കാര്യത്തിലും. ഓക്കെ, അപ്പൊ അതാണ് ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ടു മാനേജ് ദ സ്റ്റാഫ്സ്, ദ റെക്കോർഡ്സ്, ഹൗ ടു ടേക്ക് എ ഡിസിഷൻ എക്സെട്ര. അതായത് ഓഫീസ് മാനേജ്മെന്റ് എന്നാൽ ഓഫീസ് ജോലികൾ നമ്മൾ എന്ത് ചെയ്യണം? ശരിയായിട്ട് നടത്തിക്കൊണ്ടു പോവുക. അതാണ് ഓഫീസ് മാനേജ്മെന്റ് കേട്ടോ. ഹിയർ ദ ടീച്ചർ ഈസ് നോട്ട് ആൻഡ് ഓഫീസ് മാനേജ്മെന്റ്. അതായത് ഷീസ് നോട്ട് നന്നായിട്ട് ഒന്ന് വായിക്കുക. ഷീസ് ഓൺലി ടേക്ക് പാർട്ട് ഇൻ ദ ഓഫീസ് വർക്ക്സ് ആൻഡ് നോ അതർ റോൾ ഈസ് അസൈൻഡ് ടു ഹർ എന്ന് പറഞ്ഞാല്, അതായത് നമ്മൾ ഓരോ സ്റ്റാഫിനെ നോക്കുക, രേഖകൾ സൂക്ഷിക്കുക, ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, ഇതൊക്കെ ഈ ഓഫീസ് മാനേജ്മെന്റിൽ ഇൻക്ലൂഡ് ആണ്. അതായത് സ്റ്റാഫിനെ നോക്കുക, രേഖകൾ, നമ്മൾക്ക് ഓരോ രേഖകൾ തരും, അത് നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് സൂക്ഷിക്കുക. അത് ഒരു രേഖ തന്നു, നമ്മളെ ഏൽപ്പിച്ചു, ആ രേഖ എവിടെയോ വെച്ചു, കാണാനില്ല, നമ്മൾ എന്ത് വരും? പ്രഷർ വരും. അപ്പൊ നമ്മൾ നന്നായിട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൈകാര്യം ചെയ്യാന് പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാഫിനെ നോക്കുക, രേഖകൾ സൂക്ഷിക്കുക, നന്നായിട്ട് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക. അതൊക്കെയാണ് എന്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? ഓഫീസ് മാനേജ്മെന്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് കേട്ടോ. ചില ആൾക്കാർക്കൊക്കെ ഉണ്ട് അല്ലെ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ ഈ ടീച്ചേഴ്സ് മാത്രമല്ല, ഇങ്ങനെ വർക്ക് ചെയ്യുന്ന അതായത് ഓഫീസ് മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? നിങ്ങളിപ്പോ ഈ ഒരു MTTC പഠിച്ചിട്ട് ടീച്ചർ മാത്രമല്ല ആവാൻ പറ്റും. ഒരു ഓഫീസിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, മോണ്ടിസോറി കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റും അല്ലെ. അപ്പൊ മോണ്ടിസോറി കൊണ്ട് കുറെ ഒരു ടീച്ചർ അല്ല, നമുക്ക് അതിലും മേലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ പറ്റും, സാലറി വാങ്ങാൻ കഴിയും അല്ലെ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല ഉന്നതിയിൽ തന്നെ എത്തട്ടോ, എല്ലാ സ്റ്റുഡൻസും. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. അപ്പൊ സ്റ്റാഫിനെ നോക്കുക, രേഖകൾ സൂക്ഷിക്കുക, ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, ഇതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഹിയർ ദ ടീച്ചർ ഈസ് നോട്ട് ആൻ ഓഫീസ് മാനേജ്മെന്റ്. അധ്യാപിക എന്തെല്ലാം? ഒരു ഓഫീസ് മാനേജർ. അധ്യാപിക എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസ് മാനേജർ മാത്രമല്ല അല്ലെ. അധ്യാപിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫീസ് ജോലികളിൽ സഹായിക്കുക അല്ലെ. അധ്യാപിക എന്ന് പറഞ്ഞാൽ ഒരു മാനേജർ അല്ല. നമ്മൾ എന്തെങ്കിലും ഓഫീസ് ജോലി ഉണ്ടെങ്കിൽ അതിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഹെൽപ്പ് ചെയ്യൂല, എന്നെ കൊണ്ട് അത് പറ്റൂല, മാറിയിരിക്കുക, അങ്ങനൊന്നും ചെയ്യരുത് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ കാര്യത്തിലും എന്താണ് നമ്മൾ ഫുള്ള് നമ്മള് റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് ഉണ്ടാവും. ആ ടീച്ചർ നന്നായിട്ട് ചെയ്യും അല്ലെ. അങ്ങനെ ആ ഒരു നമുക്ക് ആ ഒരു പ്ലസ് പോയിന്റ് അവിടെ കിട്ടും. അപ്പൊ അധ്യാപിക എന്താണ്? ഒരു ഓഫീസ് മാനേജർ അല്ല. പിന്നെ എന്താണ്? അധ്യാപിക ഓഫീസ് ജോലികളിൽ ഹെൽപ്പ് ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് എന്താ ലാസ്റ്റ് പറഞ്ഞത്? ഷീസ് ഓൺലി ടേക്കിംഗ് പാർട്ട് ഇൻ ഓഫീസ് വർക്ക്സ് ആൻഡ് നോ അതർ റോൾ ഈസ് അസൈൻഡ് ടു ഹർ. ഷീസ് നോട്ട് എ ഡിസിഷൻ മേക്കർ ഓർ എ കൺട്രോളർ ഓഫ് അതർ വർക്ക്സ്. അപ്പൊ ഈ തീരുമാനങ്ങളൊക്കെ നമുക്ക് എടുക്കാം അല്ലെ. നമ്മൾ തീരുമാനങ്ങൾ എടുക്കും ചെയ്യാം. മറ്റുള്ളവരെ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും, പക്ഷെ മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റൂല? നിയന്ത്രിക്കുക അല്ലെ. അങ്ങനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റൂല. നമ്മൾ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം, പക്ഷെ മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റൂല? നിയന്ത്രിക്കാനുള്ള ആ ഒരു ഉത്തരവാദിത്വം അധ്യാപികക്ക് ഇല്ല. അപ്പൊ അധ്യാപിക എന്ന് പറഞ്ഞാൽ എന്തല്ല? ഒരു ഓഫീസ് മാനേജർ അല്ല. അവരെന്ത് ചെയ്യേണ്ടത്? ഓഫീസിലെ ജോലികൾ ഹെൽപ്പ് ചെയ്യാം. പിന്നെ തീരുമാനങ്ങൾ എടുക്കാനോ മറ്റുള്ളവരെ നിയന്ത്രിക്കാനോ അധ്യാപകർക്ക് എന്തില്ല? ഉത്തരവാദിത്വമില്ല. അതാണ് എന്ത് ഈ ഒരൊറ്റ പാരഗ്രാഫില് പറഞ്ഞത്. അത് മനസ്സിലായോ? ഒന്ന് പെട്ടെന്ന് പറയാം. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. കാരണം മനസ്സിലാവണമെങ്കിൽ കുറെ ആയപ്പോ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നോക്കാലോ. ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ടേ പറയാട്ടോ. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓഫീസ് മാനേജ്മെന്റ്. എന്താണ് ഓഫീസ് മാനേജ്മെന്റ്? അത് നിങ്ങൾ പഠിക്കണം കേട്ടോ. മാനേജ് ദ സ്റ്റാഫ്സ്, ദ റെക്കോർഡ്സ്, ഹൗ ടു ടേക്ക് എ ഡിസിഷൻ എക്സെട്ര. നിങ്ങളൊക്കെ ഒരു ടീച്ചേഴ്സ് ആയിട്ട് കയറുമ്പോൾ ടീച്ചറായി മാത്രം ക്ലാസ് എടുക്കാതെ അവിടുത്തെ ഓഫീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രിൻസിപ്പാളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ കോമൺ പ്രൊസീജിയർ ദാറ്റ് ദ teachers with good English and neat handwriting will be given the work of operating the files and registers.
Most of the English teachers in the school will be given some office work, but the teachers do their own works that are assigned to them and not interfere in others' work. If it happens, it will lead to many other problems. നിങ്ങൾക്ക് ഒരാൾ വായിച്ചു തരണം, പെട്ടെന്ന് വായിച്ചു തരണം ഒരാള്. നോക്കട്ടെ. അലീഫ അതൊന്ന് വായിച്ചെന്നെ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഞാൻ വിട്ടു തന്നെ നോക്കി വായിക്കാൻ പറ്റൂലേ? പെട്ടെന്നൊന്ന് വായിച്ചോണ്ട് കേട്ടോ. ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ ഉണ്ടെങ്കിൽ പറയണേ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ, നമുക്ക് നെക്സ്റ്റ് ആളെ വിളിക്കാം, കുഴപ്പമില്ല. അലീഫ കേട്ടില്ലേ? എന്താ ഓൺ ആവുന്നില്ല? മൈക്ക് ഓൺ ആവണില്ല. ഓക്കെ, മൈക്ക് ഓൺ ആവണില്ല. മൈക്ക് ഓൺ ആവുന്നില്ല. ഓക്കെ, എന്നാ ഞാൻ പറയാം കേട്ടോ. ഇനി എന്താ പറയുക, കുറച്ച് ടൈമുള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. അതായത് നിങ്ങൾ ഇവിടെ ആരെങ്കിലും ക്ലാസ്സില് പിന്നെ ഹാൻഡ് റൈറ്റിംഗ് അല്ലെ, നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് ഫസ്റ്റ് കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ? ഹാൻഡ് റൈറ്റിങ്ങിന് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ക്ലാസ്സില്. ഹാൻഡ് റൈറ്റിങ്ങിന് ഫസ്റ്റ് കിട്ടുന്ന നല്ലൊരു കാര്യമല്ലേ? ഇതുണ്ടാവും. ആരെങ്കിലും ഹാൻഡ് റൈറ്റിംഗിൽ ഫസ്റ്റ് കിട്ടിയ സ്റ്റുഡൻസിനെ ഒന്ന് ടൈപ്പ് ചെയ്യാം. അതായത് ഹാൻഡ് റൈറ്റിംഗിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങളെയൊന്നും ഹാൻഡ് റൈറ്റിംഗ് ഞാൻ കണ്ടിട്ടില്ല അല്ലെ? നമ്മള് വർക്ക് തരും, നിങ്ങൾ എഴുതും, അത്രേ ഉള്ളൂ. പക്ഷെ നോട്ട്സ് ഒന്നും നമ്മൾ കാണുന്നില്ല. ഹാൻഡ് റൈറ്റിംഗിൽ ഇപ്പൊ എന്നല്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ പഠിച്ചപ്പോ പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞൊക്കെ ഇവിടെ എത്തി, അല്ലെങ്കിൽ 10th കഴിഞ്ഞ് ഇവിടെ എത്തി, പ്ലസ് ടു കഴിഞ്ഞ് ഇവിടെ എത്തി. അപ്പൊ അതില് നിങ്ങൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നിങ്ങൾക്ക് LKG ആയിക്കോട്ടെ, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഹാൻഡ് റൈറ്റിംഗിൽ ഫസ്റ്റ് കിട്ടിയ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ? അതിൽ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തേക്ക് കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലേ? കിട്ടിയിട്ടില്ല? അല്ല, കിട്ടിയിട്ടില്ല വെച്ച പ്രശ്നമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ ജസ്റ്റ് അതൊന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇറ്റ് ഈസ് എ കോമൺ പ്രൊസീജിയർ ദാറ്റ് ദ ടീച്ചേഴ്സ് വിത്ത് ഗുഡ് ഇംഗ്ലീഷ് ആൻഡ് നീറ്റ് ഹാൻഡ് റൈറ്റിംഗ് വിൽ ബി ഗിവൺ ദ വർക്ക് ഓഫ് ഓപ്പറേറ്റിംഗ് ദ ഫയൽസ് ആൻഡ് രജിസ്റ്റേഴ്സ്. കിട്ടിയിട്ടില്ല വെച്ച മോശമൊന്നുമല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ് കേട്ടോ, എന്നറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, അതായത് നല്ല ഇംഗ്ലീഷും വൃത്തിയുള്ള, അതായത് ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതുക, നമ്മളെ കൈയക്ഷരം ഹാൻഡ് റൈറ്റിംഗ്, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ, അതായത് ഫയലുകൾ, രജിസ്റ്ററുകൾ, ഇതൊക്കെ പ്രവർത്തിക്കാനുള്ള ഈ ഒരു ജോലി അല്ലെ, ഈ ഒരു ജോലി നന്നായിട്ട് എഴുതുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കും. അതായത് നല്ല ഇംഗ്ലീഷ്, വൃത്തിയായിട്ട് ഇംഗ്ലീഷ് എഴുതുന്ന നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരാളുണ്ടാവും, അവർക്ക് ഫയലും രജിസ്റ്ററൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു ജോലി, അത് ഒരു നടപടിയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ജോലി ഇവരെന്ത് ചെയ്യും, അവിടെ കൊടുക്കും. നല്ല ഹാൻഡ് റൈറ്റിങ്ങും കൈയക്ഷരമൊക്കെ വൃത്തിയുള്ള ആളെ കണ്ടിട്ടില്ലേ? ഇപ്പം നമ്മൾ ചില ആൾക്ക്, നമ്മളെ ടീച്ചർ ആണെങ്കിൽ നമുക്ക് ഓഫീസ് വർക്ക് അറിയാമെങ്കിൽ, ഒരു ടീച്ചർക്ക് ഒരു ഓഫീസ് വർക്ക് അറിയാമെങ്കിൽ ആ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും എടുക്കാൻ നമ്മൾ കമ്പ്യൂട്ടർ കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫയൽ എടുക്കാൻ പറ്റുന്നെങ്കിൽ നമ്മളെ ഏൽപ്പിക്കും. ആ ഫയൽ ഒന്ന് എടുത്ത് തരുമോ ചോദിച്ചിട്ട് നമ്മളെ ഏൽപ്പിക്കും. അതുപോലെ നമ്മൾ നല്ലൊരു ഹാൻഡ് റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഫയലുകളും രജിസ്റ്ററൊക്കെ പ്രവർത്തിക്കാനുള്ള ജോലി നമ്മൾ അവിടുത്തെ പ്രിൻസിപ്പാൾ ഏൽപ്പിക്കും അല്ലെ? ഓക്കെ, അത് ജസ്റ്റ് ആ ഒരു ഇതിൽ ഞാൻ ചോദിച്ചതാണ്. നെക്സ്റ്റ്, മോസ്റ്റ് ഓഫ് ദി ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഇൻ ദ സ്കൂൾ വിൽ ബി ഗിവൺ സം ഓഫീസ് വർക്ക്. അതായത് നമ്മളെ സ്കൂളിലെ മിക്ക ഇംഗ്ലീഷ് അധ്യാപകർക്കും എന്താണ്, അധിക അധ്യാപകർക്ക് ഓഫീസ് ജോലി നൽകും അല്ലെ? നിങ്ങൾക്കാർക്കും ഓഫീസ് ജോലി തന്നിരിച്ച പ്രശ്നമില്ലല്ലോ. നമ്മൾ ടീച്ചർമാർ എല്ലാവർക്കും കൊടുക്കൂല, അധിക ടീച്ചേഴ്സിനും ഓഫീസ് ജോലികൾ കൊടുക്കണുണ്ട് അല്ലെ? ഓഫീസ് ജോലികളും അതിന്റെ കൂടെ കൊടുക്കണുണ്ട്. അധിക അധ്യാപകർക്കും സാലറി എക്സ്ട്രാ ഉണ്ടാവും അല്ലെ? വെറുതെ ഒന്നല്ല, സാലറി ആ ഓഫീസ് വർക്കിന്റെ കൂടെ എക്സ്ട്രാ കിട്ടും. ഓക്കെ, അത് നല്ലൊരു കാര്യമാണല്ലോ. ബട്ട് ദ ടീച്ചേഴ്സ് ഡു ദെയർ ഓൺ വർക്ക്സ് ദാറ്റ് ആർ അസൈൻഡ് ടു ദം ആൻഡ് നോട്ട് ഇന്റർഫിയർ ഇൻ others' വർക്ക്. ഇഫ് ഇറ്റ് ഹാപ്പൻസ് ഇറ്റ് വിൽ ലീഡ് ടു മെനി other പ്രോബ്ലംസ്. ഇനി നെക്സ്റ്റ് നോക്കുക. അതായത് നെക്സ്റ്റ് എന്താ പറഞ്ഞത്, അതായത് നമ്മൾ ചില ആൾക്കാർക്കൊക്കെ ചില അധ്യാപകർക്കൊക്കെ ഓഫീസ് ജോലി നൽകുമെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ അധ്യാപകർ എന്ത് ചെയ്യണം, മറ്റുള്ളവരുടെ ജോലിയില്, അതായത് നമ്മളിപ്പോ ഒരു കാര്യം ഏൽപ്പിച്ചു, അപ്പൊ അവിടെ എന്തെങ്കിലും ആർട്സ് അല്ല എന്തെങ്കിലും നടക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്താണ് റിപ്പബ്ലിക് ഡേ, എന്തെങ്കിലും ഡേകൾ, അപ്പൊ ആ ഡേകൾക്കൊക്കെ നമുക്ക് ഓരോ സോങ് പരിപാടികളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ നമ്മള് ഏൽപ്പിച്ച കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതിയോ? എങ്ങനെയൊക്കെ നമ്മൾ ഒരു കാര്യം ഏൽപ്പിച്ചു,
അവിടുത്തെ പ്രിൻസിപ്പാളോ അല്ലെങ്കിൽ അവിടുത്തെ ഹെഡ്. അപ്പൊ ആ ജോലി നമ്മൾ നന്നായിട്ട് ചെയ്തു. പക്ഷെ നമ്മളെ അടുത്തുള്ള ടീച്ചർ, നമ്മളിപ്പോ അങ്ങനെ ഒരു സെറ്റ് ടീച്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ ഒന്ന് ടീച്ചേഴ്സുമായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്ത് ഒന്നും കൂടെ വൃത്തിയാവും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമുക്ക് തന്ന നമ്മളെ ജോലികൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് മാത്രം ചെയ്താൽ എന്താ മറ്റു പല പ്രശ്നങ്ങളിലേക്കും നയിക്കും. അപ്പൊ എന്താ ഓളെ കാര്യം മാത്രമേ നോക്കുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടൂല. സെൽഫ്, അതായത് നമുക്ക് സ്വന്തമായിട്ടുള്ള ഓരോ ക്ലാസ് അത് മാത്രമേ നോക്കുള്ളൂ, ബാക്കിയുള്ള കാര്യത്തിലൊന്നും ഇടപെടൂലാന്ന്. അതായത് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ആർട്സ് ആണെന്ന് വിചാരിക്കുക. ആർട്സിന്റെ ടൈമില് നമ്മൾ മേക്കപ്പ് ഇടാനുണ്ടാവും സ്റ്റുഡൻസിനെ അല്ലെ. അപ്പോ അപ്പുറത്തുള്ള ക്ലാസ്സിലെ കുട്ടികളുണ്ടാവും, അത് എന്റെ ക്ലാസ് അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന് ആ ഒരു ടൈമിൽ ചിലപ്പോൾ ആ ടീച്ചർക്ക് ബുദ്ധിമുട്ടായിക്കാരം. അപ്പൊ ആ ടീച്ചർ നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെ. അല്ല ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡന്റ് അല്ല, എന്റെ കുട്ടികളല്ല, എന്റെ കുട്ടികളെ മാത്രം നോക്കിയാൽ അങ്ങനെയല്ല. നമ്മള് ഒരു അക്കാദമി ആവുമ്പോൾ നമ്മളെല്ലാരും കൂടെ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക അല്ലെ. നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവൂല കേട്ടോ. അതാണ് അവിടെ പറഞ്ഞത്. നെക്സ്റ്റ് വായിക്കാം. എവറി ടീച്ചർ ഷുഡ് ടേക്ക് കെയർ ഓഫ് കീപ്പിംഗ് ദ അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് her ക്ലാസ്, leave letter of her class, registering visitors, entering the visitors notebook during the absence of all her superiors. Otherwise it will affect her profession. എന്താണ് അതിൽ പറഞ്ഞത് നമുക്ക് നോക്കാം. അതായത് എല്ലാ അധ്യാപികമാരും എന്തുകൊണ്ടും ഹാജർ, രജിസ്റ്റർ അല്ലെ, ക്ലാസ്സിൽ ലീവ് ലെറ്റർ, പിന്നെ അതുപോലെ മേലുദ്യോഗസ്ഥന്മാരുണ്ടാവും. അവരെ നമ്മളിപ്പോ രാവിലെ സ്കൂളിൽ വന്നാൽ നേരെ ക്ലാസ്സിലാണ് പോവാണോ ചെയ്യുക? അല്ല, നമ്മൾ സ്കൂളിൽ എത്തിയാൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ, രജിസ്റ്റർ ബുക്കിൽ നമ്മൾ സൈൻ ചെയ്യണം വേണ്ട, എന്നിട്ട് ക്ലാസ്സിൽ പോകാൻ പറ്റുള്ളൂ. ടീച്ചേഴ്സിന് രജിസ്റ്റർ ബുക്ക് ഉണ്ടാവും, നമ്മൾ എത്തിയ ടൈം അത് അവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. അത് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ക്ലാസ് റൂമിൽ കയറാൻ പാടുള്ളൂ. അല്ലാതെ നേരെ ക്ലാസ്സിൽ പോവാ, രജിസ്റ്റർ ബുക്ക് കുട്ടികളെ സ്റ്റുഡൻസിന്റെ രജിസ്റ്റർ ബുക്ക് അങ്ങനെ ചെയ്യരുത്. നമ്മൾ അവിടെ എത്തിയിട്ട് ആ രജിസ്റ്റർ ബുക്കിൽ സൈൻ ചെയ്യുക. അതുപോലെ ആഫ്റ്റർനൂൺ, ഉച്ചക്കും നമ്മൾ സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടാകും അല്ലെ. ഉച്ചക്ക് നമ്മൾ ചെയ്യണം, കാരണം ഉച്ചന്റെ ശേഷം ചില ടീച്ചേഴ്സ് കട്ടാക്കി പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് നമ്മൾ അവിടെ ചെയ്യണം. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് 2 ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതായി പോകും അല്ലെ. ചില ദിവസം നമ്മൾ മറക്കും, നമ്മൾ മറക്കരുത്. അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊന്നും നമ്മൾക്ക് എക്സാമിന് ചോദിക്കൂല, എക്സാമിന് ചോദിക്കുന്ന കാര്യമല്ല. പക്ഷെ നിങ്ങൾ ടീച്ചർ ആയിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. അപ്പൊ എല്ലാ അധ്യാപകന്മാരും എന്ത് ചെയ്യണം, ഹാജർ, രജിസ്റ്റർ, ക്ലാസ്സിലെ ലീവ് ലെറ്റർ, അതുപോലെ അവിടുത്തെ മേലുദ്യോഗസ്ഥന്മാരുണ്ടാവും, അവരെ നോട്ട്ബുക്കുകൾ ഉണ്ടാവും. ഓരോ സ്ഥലത്ത് ഓരോ നോട്ട്ബുക്കുകൾ ഉണ്ടാവും. അവരെ നോട്ട്ബുക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും കാര്യങ്ങൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം അല്ലെ. അല്ലെങ്കിൽ അവരെ ജോബിനെ അത് ബാധിക്കും അല്ലെ. ക്ലാസ്സിലെ ഹാജർ രജിസ്റ്റർ ഒക്കെ നമ്മൾ കൊണ്ടുപോകും. ലീവ് ലെറ്റർ, ഒരു സ്റ്റുഡന്റ് ലീവായി, അപ്പൊ നിങ്ങൾ ആ ഇൻഫോം ചെയ്തോ, നിങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കണം. അപ്പം ഐസിൻ ഇന്ന് ലീവ് ആണെങ്കിൽ ഐസി എന്നിട്ടിട്ട് ഒരു വരട്ട് കൊടുക്കുക. എന്നിട്ട് എന്താണ് ഇൻഫോംഡ് അല്ലെ. അതായത് നമ്മൾ ഇൻഫോം ചെയ്തു, നമ്മൾ ലീവ് ലെറ്റർ നമ്മൾ അറിയിക്കണം അല്ലെ. ലീവ് ലെറ്റർ നമ്മൾ കൊണ്ടുവരാൻ പറയണം. ആ കുട്ടി വന്നിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. അല്ലെങ്കിൽ പേരൻസിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം അല്ലെ. ഇപ്പൊ ഇതിൽ ലീവ് ആവുന്ന സ്റ്റുഡൻസ് ഉണ്ടാവലുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും എന്തേ ലീവ് ആയത്, എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും അല്ലെങ്കിൽ വിളിക്കും. നിങ്ങളങ്ങനെ വിളിക്കലുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും എന്തുകൊണ്ടാ ലീവ് ആയത്, അപ്പൊ നിങ്ങൾ കാരണം പറയും. അത് നമുക്ക് മനസ്സിലായി അല്ലെ. ഒരു ടീച്ചർ പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് പറഞ്ഞത്. അപ്പൊ എന്താ പറഞ്ഞത്, ഹാജർ രജിസ്റ്റർ, ക്ലാസ്സിലെ ലീവ് ലെറ്റർ, പിന്നെ അവിടുത്തെ മേലുദ്യോഗസ്ഥന്മാരുണ്ടാവും, അവരെ നോട്ട്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇപ്പം എന്താ അവിടെ ചാർജ് കൊടുത്തത്, അവിടെ പൈസ കൊടുത്തതിലെ ബിൽഡിങ്ങിന്റെ പൈസ, അങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കാൻ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം അല്ലെ. അല്ലെങ്കിൽ എന്തേക്കാരം നമ്മുടെ ജോബിനെ അത് ബാധിക്കും. അതാണ് ആ സെന്റൻസിൽ പറഞ്ഞത് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം. It is important for a teacher to know that a teacher in office work should not leak the message even to the close friend or life partner. ശ്രദ്ധിക്കണം കേട്ടോ. അത് കീപ്പിംഗ് ദ secrecy എന്ന് വായിക്കാട്ടോ. secrecy of office work is very, അത് സീക്രട്ട് എന്തോ ആണ്, അവിടെ എന്താ തോന്നുന്നുണ്ട്, അതാണ് നോക്കാം. secrecy of, നമ്മളെ സീക്രട്ട് എന്ന് പറയൂലേ, നമ്മൾ സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുള്ള കാര്യം എന്ന് പറയും, അതാണ് കേട്ടോ. secrecy of office work is very important. A teacher has the right to go through the files and registers in an office if the duty is assigned to her. She can operate admission register, staff register, staff leave register, etc. if she is in charge of these duties. Okay. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ 3 പാരഗ്രാഫ് അല്ലേ ഇപ്പൊ പറഞ്ഞത്, 3 പാരഗ്രാഫാണ് പറഞ്ഞത്. ഇത് നമുക്ക് ഒരാൾ എനിക്ക് വായിച്ചു തരണം, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. കാരണം അത് ഈ സ്പീഡിൽ പറഞ്ഞിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് എടുത്ത കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാവണം. അപ്പൊ ഇത് എനിക്ക് ഒരാൾ വായിച്ചു തരണം. വായിച്ചതൊന്ന് വായിച്ചാൽ
ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ടീച്ചർ? അതൊന്ന് വായിച്ചേ. It is important for a teacher to know that a teacher in office work should not leak the message even to the close friend or life partner. Keeping the secrecy of office work is very important. A teacher has the right to go through the files and registers in an office is the duty is assigned to her. She can operate administration register, staff register, staff leave register, etc. if she in charge of these duties. ഇത് നമുക്ക് എന്ത് ചെയ്യാറോ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇത് ഞാനിപ്പോ പറഞ്ഞാല് എന്താണ് നിങ്ങൾക്ക് എല്ലാം കൂടെ കുറച്ച് മനസ്സിലാവില്ല അങ്ങനെ ആയിക്കാരം. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് പറയണം. അപ്പോ അതുകൊണ്ടാണ് അതൊന്ന് വായിപ്പിച്ചു കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പറയാം. ഇത്രയും മനസ്സിലായോ ഇല്ലയോ എന്ന് പറയാം കേട്ടോ. നമ്മളിപ്പോ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ അത് കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ മാനേജ്മെന്റ് ഓഫ് ഓഫീസ് സിസ്റ്റത്തിൽ 3 ടോപ്പിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. അത് മനസ്സിലായോ ഇല്ലയോ എന്ന് ടൈപ്പ് ചെയ്ത് അറിയിക്കുക കേട്ടോ. പിന്നെ ഇതിന്റെ നോട്ട്സ് ഞാൻ ഇന്ന് വിട്ടരും. ഇന്ന് തന്നെ നോട്ട്സ് എഴുതണേ. എല്ലാരും നോട്ട്സ് എഴുതണം കേട്ടോ. മിസ്സേ പേര് വിളിക്കുമ്പോ 2 ഫായിസ ഇതില്ലേ, അപ്പൊ ഏത് ഫായിസയാണ് വിളിക്കണമെന്ന് പറയോണ്ടിട്ടാ. ഒരു ഫായിസ ഷിറീൻ ഉണ്ട്, ഒരു ഫായിസ മോളും ഉണ്ട്. അപ്പൊ ആരെ വിളിക്കണമെന്നുള്ളതൊന്ന് ഞാനിങ്ങനെ ചെയ്യാം. ഫായിസിനെ വിളിക്കുമ്പോ ഫായിസ ഷിറിനെ വിളിക്കാം. അല്ലെങ്കിൽ ഷിറിനെ വിളിച്ചാൽ മതിയോ? ഫായിസ മാറ്റി നമുക്ക് ഷിറിനെ ആക്കിയാലോ? കുഴപ്പമുണ്ടോ? വിളിക്കാം അല്ലെ? ഷെറീനെ വിളിക്കാം. ഒരാളെ ഫായിസ. ഇതിൽ 2 ഫായിസ ഉണ്ട്. പറഞ്ഞിരുന്നു, ശരിയാണ്. 2 ഫായിസ ഉണ്ട്. ഇവിടെ 2 ജസ്ന ഉണ്ട്. 2 ജസ്ന ഉണ്ട്. ആ എന്താ പറഞ്ഞത്? 2 മുഹ്സിനുണ്ട്. 2 മുഹ്സിനുണ്ട്. ഒന്ന് മുസിന, ഒന്ന് സാധാ മുസിന SIN. ഒന്ന് Z. അങ്ങനെയാണോ? അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആണോ? മർസിനയാണോ മൂസിനയാണോ? മുഹ്സിന. ഒന്ന് മുഹ്സിന, ഒന്ന് മർസിന, ഒന്ന് മുഹ്സിന. കുറെ ഉണ്ട് മൂസിനകൾ അല്ലെ? ശരിയാണ്. അപ്പൊ ഞാൻ ഒന്ന് മൂസിനാന്ന് വിളിക്കാം. സ്ലോ ആയിട്ട് മൂസിന. ഒന്ന് മുസിനാന്ന് വിളിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ പറയാം സെറ്റ് ഉള്ള മൂസിനെന്ന് ഞാൻ പറയാം. ഓക്കെ, ഇപ്പൊ പ്രശ്നമില്ലല്ലോ. ലീഡർ ആരാണ്? മൂസിനയാണോ മൂസിനയാണോ? മുഹ്സിന. സെഡ് അല്ലാത്ത. സെഡ് അല്ലാതെ. എനിക്ക് തോന്നിയിരുന്നു. ഓക്കെ, നമ്മൾ ഇതിൽ ഇങ്ങനെ നെയിം കാണോ അല്ലെ? അപ്പൊ ഇങ്ങനെ മനസ്സിലാകും. മർസിനെ ഞാൻ കാണും. അത് പിന്നെ പെട്ടെന്ന് അറിയാം മർസിന എന്ന് പറയുമ്പോൾ. പക്ഷെ മൂസിനെ 2 ഉണ്ടാവുമ്പോഴേ സെഡ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഫായിസനെ ഇനി മുതൽ ഷെറിൻ എന്നാണ് വിളിക്കുക. ഓക്കെ, ഫായിസ മോള് അവിടെ നിന്നോട്ടെ. ഫായിസനെ വിളിക്കാം, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ചെയ്യാം. എന്നാ പിന്നെ നമുക്ക് വായിപ്പിക്കുമ്പോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് പറയാനും സിമ്പിൾ ആയി. കാര്യം ഇവിടെ അങ്ങനെ തന്നെ 2 ജസ്ന ഉണ്ട്. ഒന്ന് ജസ്ന സെയ്തു, ഒന്ന് ജസ്ന. അപ്പൊ ഒന്നിനെ ജസ്ന സെയ്തു എന്ന് വിളിക്കും. ഇവരെ പിന്നെ നമ്മൾ നേരിട്ട് കാണുകയല്ലേ, അപ്പൊ പിന്നെ വലിയ പ്രശ്നമല്ല. നമ്മൾ ഓൺലൈനാകുമ്പോൾ നമ്മൾ കാണുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ നേരിട്ട് ഓഫ്ലൈൻ നമ്മൾ കാണുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അപ്പൊ ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഒക്കെ മനസ്സിലായല്ലോ. ഒരു കാര്യം ചെയ്യാ, ഇതുവരെ എടുത്ത പോർഷൻസ് നന്നായിട്ട് പഠിക്കണേ. അതുപോലെ തന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ വിട്ടു തരൂ കേട്ടോ. നോട്ടിൽ എഴുതിയെടുക്കണം കേട്ടോ. നോട്ട്സ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണേ. നിങ്ങൾ ലേഖാക്കി വെക്കരുത് ഒരിക്കലും കേട്ടോ. കാരണം പിന്നെ അത് അവിടെ അങ്ങനെ സ്റ്റോപ്പ് ആയി പോട്ടോ. ഞാൻ എടുക്കണ എന്റെ സബ്ജക്ട് നന്നായിട്ട് പെർഫെക്റ്റ് ആയിരിക്കണം. എല്ലാ സബ്ജക്റ്റും അതുപോലെ തന്നെയാണ്. നമുക്ക് ഉണ്ടാവുമല്ലോ, നമ്മൾ എടുക്കുന്ന സബ്ജക്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പിന്നെ ഫുള്ള് കംപ്ലീറ്റ് എഴുതണേ. അതുപോലെ പഠിക്കണം. എക്സാം നോക്കട്ടെ, എക്സാം നമുക്ക് നടത്താം. എക്സാം എങ്ങനെ നടത്തണം എന്നൊന്ന് ആലോചിച്ച് നോക്കട്ടെ ഞാൻ. അതായത് ഞാനിപ്പോ ക്വസ്റ്റ്യൻസ് തരാം. ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ഞാൻ ക്വസ്റ്റ്യൻ പറയാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയെടുക്കുക, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തരാം, അതും എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. അങ്ങനെ ചെയ്താലോ? അതോ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? ഈ ഓൺലൈനിൽ അങ്ങനെ നടത്തുന്ന എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? നിങ്ങൾ എങ്ങനെയാണ് നടത്തിയത് എക്സാം? ഞങ്ങൾക്ക് രാത്രി ഞങ്ങൾക്ക് പറ്റിയ ടൈമില് മിസ് ക്വസ്റ്റ്യൻസ് വാട്സപ്പിൽ വിട്ടു. 1 മണിക്കൂറിന്റെ ഉള്ളില് എക്സാം എഴുതി തീർത്ത് വിട്ടുകൊടുത്തു. PDF ആയിട്ട് ആൻസർ വിട്ടുകൊടുത്തു. അപ്പോ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന ടൈമിലല്ല, അങ്ങനെയല്ല അല്ലേ എടുത്തത്? അല്ല, ക്ലാസ്സിന്റെ ടൈമിൽ ക്ലാസ് എടുക്കും. പിന്നെ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോ ക്വസ്റ്റ്യൻസ് വിട്ടുതരും. എത്ര ഹവർ എന്ന് പറയും, ആ ഹവറിന്റെ ഉള്ളില് ആൻസർ വിട്ടുകൊടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുന്നാല്. അപ്പോ 1 വേർഡ് ആണോ അതോ എങ്ങനെയാണ്? 1 വേർഡ് ഉണ്ടായിരുന്നു, എസ്സേ ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യാം. നോക്കി ചെയ്തപ്പോ നിങ്ങള് എന്ത് ചെയ്യും? ഇല്ല, നോക്കി എഴുതിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് പഠിക്കാൻ വേണ്ടിട്ടല്ലേ. ശരിയാണ്.
ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എക്സാം നടത്തുന്നാല് എക്സാം വെനസ്ഡേ, നെക്സ്റ്റ് വെനസ്ഡേ നടത്തിയാലോ? നെക്സ്റ്റ് വെനസ്ഡേ നമുക്ക് ക്ലാസ് വെനസ്ഡേ ഇല്ലല്ലോ. വെനസ്ഡേ അതായത് ക്വസ്റ്റ്യൻ വിടാം, ഇവര് ചെയ്ത പോലെ തന്നെ ചെയ്യാം അല്ലെ. അല്ലാതെ വേറൊരു മെത്തേഡിൽ നമുക്ക് നടത്താൻ ഓൺലൈൻ ആയതുകൊണ്ട് പറ്റൂലല്ലോ. ഇപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നാൽ നമ്മൾ ടൈം പോകും അല്ലെ, ക്ലാസ്സും പോകും. ശരിയാണ്. അപ്പൊ ഞാനൊരു 20 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ആ 20 ക്വസ്റ്റ്യൻ അവിടെ പറയാം, നിങ്ങൾ എഴുതുമ്പോൾ ടൈം ആ 1 മണിക്കൂർ അങ്ങനെ പോകും. ഇങ്ങനെ ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻ ഞാൻ വിടാം ആ ഒരു ഇതിന്റെ ഉള്ളിൽ. അതായത് എത്ര മിനിറ്റിന്റെ ഉള്ളിൽ എക്സാം കംപ്ലീറ്റ് ചെയ്തിരുന്നത്? അന്ന് 1 hour ആയിരുന്നു. 1 hourല്. അപ്പൊ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ തരേണ്ടി വരും അല്ലെ. 1 hourന്റെ ഉള്ളിൽ എഴുതാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരേണ്ടി വരും. ഓക്കെ, അങ്ങനെ ചെയ്യാം. അതായത് 1 word ഉണ്ടാകും, 1 word ഉണ്ടാകും, fill in the blanks ഉണ്ടാവും, ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഒരു essay ഉണ്ടാവും. എത്രയാണ് ഉണ്ടാവുക? fill in the blanks എന്താന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ബുക്കിന്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തരാന്ന് വിചാരിച്ചിട്ട്, നിങ്ങൾക്ക് അതും കൂടെ കിട്ടിയാൽ നല്ലൊരു കാര്യമായിരിക്കുമല്ലോ. ഓക്കെ, ഞങ്ങൾ ഇവിടൊക്കെ എങ്ങനെയാണ് നമ്മൾ കൊടുക്കാറ്? ബുക്കിന്റെ ഉള്ളിൽ നിന്നൊന്ന് കൊടുക്കും. നിങ്ങൾക്ക് അറിയുന്നതാണ്. fill in the blanks കൂടെ കൂടെ ഉണ്ടാവുമ്പോൾ കുഴപ്പമില്ല. അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കണം അല്ലെ, A4ലല്ല. ഓക്കെ, ടൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് അല്ലെ. ഓക്കെ, അങ്ങനെ ചെയ്യാന്നാണ് കേട്ടോ. മാം എഴുതി അയച്ചാലും കുഴപ്പമില്ല. എഴുതി അയച്ചാൽ മതിയോ? അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ അല്ലേ. മിസ് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് വിട്ടാൽ മതി. നിങ്ങൾക്ക് അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതാ നല്ലത്. ടൈപ്പ് ചെയ്യണേക്കാട്ടിലും കുറെ ടൈപ്പ് ചെയ്യണം. നമ്മൾ A4 ഞാൻ എഴുതാം. ആ എഴുതിയിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ എഴുതുക കേട്ടോ. അപ്പൊ ഞാൻ മാർക്ക് കൊടുക്കുക, സേവിൽ മാർക്ക് കൊടുക്കുക, ഓരോന്നിന്റെ ഇത്ര മാർക്കാണ് കൊടുക്കുക. 1 hourന്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻസ് മാത്രം തരാം. അതിലേറെ ടൈം എടുക്കാൻ പറ്റൂലല്ലോ. പറ്റുമോ? പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. 1 hourന്റെ ഉള്ളിലല്ലേ നിങ്ങൾ സാധാരണ എഴുതല്. നമ്മൾ ആൻസർ പേപ്പറിൽ എഴുതിയിട്ട് തന്നെ അയച്ചാൽ മതില്ലേ, ഫോട്ടോ എടുത്തിട്ട് മതി. ടൈപ്പ് ചെയ്യണ്ട. ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു എന്തോ ഒരു പോലെയാണല്ലേ, ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാല് പേപ്പറിൽ എഴുതുമ്പോൾ നമ്മളൊരു എക്സാം ഷീറ്റ് പോലെ നോക്കും. ടൈപ്പ് ചെയ്യുമ്പോൾ എന്തോ ഒരു പോലെയാണ്. ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നമുക്ക് തരാം, പക്ഷെ നമ്മള് എക്സാം ആവുമ്പോൾ ആ ഒരു രീതിയിൽ നടത്തില്ല നല്ലത്. നിങ്ങൾ A4 എഴുതിയിട്ട് വിട്ടെന്നാൽ മതി. ഇപ്പൊ A4 ഇല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതിയാലും മതി, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നിങ്ങൾ PDF ആക്കിയിട്ടാ മിസ്സിന് വിട്ടുകൊടുത്തിരുന്നത്. അപ്പൊ നമുക്ക് മാർക്ക് ഇട്ടിട്ട് ഇങ്ങോട്ട് തന്നെ അതിൽ തന്നെ മാർക്ക് ഇട്ടിട്ട് നമുക്ക് തിരിച്ചയച്ചു തരും ചെയ്തിരുന്നു. അങ്ങനെ ചെയ്താൽ മതി. കേട്ടോ. അപ്പൊ നോട്ട്ബുക്കിൽ അതായത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ എഴുതുകയാണ് നിങ്ങൾ, ഇവിടെ എഴുതിയിട്ട് ഇപ്പുറം ഇങ്ങനെ മറിച്ച് നോക്കി എഴുതരുത് കേട്ടോ. എഴുതൂലെന്ന് വിശ്വാസമുണ്ട്. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വിടുക കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കി എഴുതണ പോലെ ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ പിന്നെ എനിക്ക് ആ ഒരു സമാധാനം ഉണ്ട്, നോക്കി എഴുതൂലെന്ന് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങള് വെനസ്ഡേ എല്ലാവരും ഓക്കെ ആണോ? ഞാൻ ഗ്രൂപ്പിൽ ഒന്നും കൂടെ പറയാം കേട്ടോ. കാരണം ചിലപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ട്, ക്ലാസ് 2 ദിവസം കഴിഞ്ഞിട്ട് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഗ്രൂപ്പിൽ പറയാം. നെക്സ്റ്റ് വെനസ്ഡേ എക്സാമിന് ഓക്കെ ആണോ അല്ലേ എന്ന് ഞാൻ ഗ്രൂപ്പിൽ ചോദിക്കാം. ഏതായാലും ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ് കേട്ടോ. വെനസ്ഡേ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. അതിന് ശേഷം നമുക്ക് സ്കൂൾ മാനേജ്മെന്റ് നടത്താം കേട്ടോ. അപ്പൊ ഓക്കെ കേട്ടോ. നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഏതെങ്കിലും പ്രീ സ്കൂൾ മാനേജ്മെന്റ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ. അപ്പോ നെക്സ്റ്റ് കാണാം. അപ്പൊ ഓക്കെ, സി യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു മിസ്. വെൽക്കം. ക്ലാസ് റെക്കോർഡ് ആണല്ലോ അല്ലേ?